ഒന്ന് ശമൂവേൽ അതിൻ്റെ 8-ാം അധ്യായം 6 മുതൽ. നിങ്ങൾക്ക് ഒരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞത് സാമുവേലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിക്കുന്നത്. നമുക്കൊരു രാജാവിന് വേണമെന്ന് പറയുന്നത് തെറ്റാണോ, പാപമാണോ? അതായത് ഇസ്രായേൽ ജനം മുഴുവൻ ഒരുമിച്ച് കൂടി അവരുടെ ന്യായാധിപനായ ശമൂവേലിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞങ്ങളെ നയിക്കാൻ, ഞങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങളെ വഴി നയിക്കേണ്ടതിന്, ഞങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന്, ഞങ്ങൾക്കൊരു ധൈര്യമാകേണ്ടതിന് ഞങ്ങൾക്കൊരു നേതാവിനെ തെരഞ്ഞെടുത്ത് തരിക എന്ന് ജനം മുഴുവൻ മുറവിളി കൂട്ടി. ഇതൊരു തെറ്റാണോ, ഒരു പാപമാണോ? നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ക്ലാസ് റൂമിൽ ഒരു ലീഡർ ഉണ്ടാകണം, അല്ലേ? വേണ്ടേ? ഒരു കാർ ഓടിക്കാനായിട്ട് ഒരു 5 പേര് കൂടെ ഒരു യാത്ര പോവുക. ഒരു 5 പേര് കൂടി, മനീഷ് ബ്രദറെ, നമ്മൾ 5 പേര് കൂടി ഒരു യാത്ര പോവുക. എത്ര പേർക്ക് ഒരു കാർ ഓടിക്കാൻ പറ്റും? ഒരാൾ, അല്ലേ? 5 പേരും കൂടി ആ കാർ ഓടിച്ചാൽ എങ്ങനെയുണ്ടാവും? നമുക്ക് ആകെ വട്ടാവും, അല്ലേ? സൈഡിലിരിക്കുന്നവൻ എടാ ഹോൺ അടിക്കി, എടാ ഇടത്തോട്ട് തിരിക്കി, എടാ വലത്തോട്ട് തിരിക്കി എന്ന് പറയുമ്പോൾ, ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്തെ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് ഒതുക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഞാൻ പറയും, ചേട്ടനും ഓടിച്ചോ, ഞാനിപ്പുറത്ത് സ്വസ്ഥമായിട്ടിരുന്നോളാം. നമ്മളെന്തിനാ വെറുതെ ഇവൻ്റെ നിർദ്ദേശം കേട്ടിട്ട് ഓടിക്കുന്നത്? നമുക്ക് പറ്റത്തില്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ എല്ലാത്തിനും ഒരു ലീഡർ, അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കാൻ ഒരാൾ, ഒരു കപ്പൽ ഓടിക്കാൻ ഒരു കപ്പിത്താൻ, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ. ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടെങ്കിൽ അതിനൊരു ക്യാപ്റ്റൻ, അല്ലേ? ഒരു ഫുട്ബോൾ ടീം ഉണ്ടെങ്കിൽ അതിനൊരു ക്യാപ്റ്റൻ. ഒരു ക്ലാസ് റൂം ഉണ്ടെങ്കിൽ അതിനൊരു ക്ലാസ് ലീഡർ. എല്ലാ കാര്യത്തിനും അങ്ങനെ ഒരു നേതാവ് ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അങ്ങനെയാണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്കൊരു വാർഡ് മെമ്പർ തുടങ്ങി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി, ജില്ലാ പഞ്ചായത്ത്, വീണ്ടും പോയി കഴിഞ്ഞാൽ MLA, MP തുടങ്ങി മുഖ്യമന്ത്രി, ഇങ്ങനെ മുകളിലോട്ട് നമ്മുടെ ഈ ഒരു ഓർഡർ ഇങ്ങനെ കിടക്കുക. ഇവിടെ ജനം എന്ത് തെറ്റാ ചെയ്തത്? ശമൂവേൽ എന്ന് പറയുന്ന ന്യായാധിപന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങളെ നയിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരിക. വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് അവർ ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്കൊരു രാജാവിനെ തരിക. പക്ഷെ ദൈവത്തിന്റെ മറുപടി വളരെ വിദഗ്ധമാണ്. 7-ാം വാക്യം ഒന്ന് വായിച്ച്. അവിടുന്ന് ശമൂവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിക്കുന്നത്. തങ്ങളുടെ രാജാവായ എന്നെയാണ് അവർ തിരസ്കരിക്കുന്നത്. ഇവിടെ ദൈവം യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുക. അവര് ശരിക്കും പറഞ്ഞാൽ അബ്രഹാം എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയിൽ നിന്നാണ് ഇങ്ങോട്ട് തലമുറ കടന്നു വരുന്നത്, അല്ലേ? അബ്രഹാം എന്ന ഏക വ്യക്തിത്വം, അബ്രഹാമിന്റെ ഭാര്യയായ സാറ, അവരുടെ മകനായ ഇസഹാക്ക്, യാക്കോബിന്റെ 12 മക്കൾ, ആ 12 മക്കളിൽ നിന്നുള്ള വലിയൊരു ഗോത്രം. ഇവർ ഒരു രാജ്യത്ത് ചെന്ന് ഒരു രാജ്യമായി, ഒരു വലിയ സമൂഹമായി വ്യാപിക്കുന്നു. 72 പേരായിട്ട് ഈജിപ്തിലേക്ക് പോയി. തിരിച്ചു വന്നപ്പം ഏകദേശം 25 ലക്ഷം പേരായിട്ട് തിരിച്ചു വന്നു. വലിയൊരു സമൂഹമായി കാനാൻ ദേശത്ത് പോയി സുഭിക്ഷമായി വളരെ സന്തോഷത്തോടു കൂടി കഴിയാൻ തുടങ്ങി. അന്ന് മോശയാണ് അവരുടെ നേതാവ്, പിന്നീട് ജോഷുവയാണ്. അതിനുശേഷം നമുക്ക് കാണാം, ന്യായാധിപന്മാരിലേക്ക് ദൈവം ഇവരെ നയിക്കാനായിട്ട്, നടത്താനായിട്ട് ദൈവം തെരഞ്ഞെടുക്കുന്നു. ഒരുപാട് ന്യായാധിപന്മാർ. അവസാനത്തെ ന്യായാധിപനായ ശമൂവേലിലേക്ക് വരിക, 14-ാമത്തെയോ 15-ാമത്തെയോ ന്യായാധിപൻ. അതൊരു തർക്ക വിഷയമാണ്. ബൈബിളിൽ നമ്മൾ പരിശോധിച്ചാൽ 14-ഓ 15-ഓ ന്യായാധിപന്മാരെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് എത്തുമ്പം ശമൂവേലിനെ നമ്മൾ കാണുന്നു. ശമൂവേലിൽ നിന്നും ദൈവം പറയുന്നു, അല്ലെങ്കിൽ ജനം പറയുക, ഞങ്ങൾക്കൊരു രാജാവിനെ തരിക. അങ്ങനെ മുറവിളി കൂട്ടിയ ജനത്തിന്റെ മുമ്പിൽ ശമൂവേലിന് ഇഷ്ടക്കേടായി. അപ്പൊ ദൈവം ശമൂവേലിനോട് പറയാണ്, നിന്നെയല്ല അവർ വേണ്ടെന്ന് പറഞ്ഞ്, നിന്നെയല്ല അവർ തിരസ്കരിച്ചത്, നിനക്കെതിരെയല്ല അവർ പറഞ്ഞത്, പകരം ആർക്കെതിരെ പറഞ്ഞത്? അവരുടെ രാജാവായ എന്നെ തന്നെയാണ് അവരെന്ത് ചെയ്തത്? തിരസ്കരിച്ചത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ശമൂവേല് അല്ലെങ്കിൽ ഈ ജനം, ഇവരാരും ദൈവത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങൾക്ക് യഹോവ വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദൈവം വേണ്ട എന്ന് അവർ പറഞ്ഞോ? ഇല്ല. പ്രാക്ടിക്കൽ സൈഡിൽ അവരൊന്നും പറഞ്ഞിട്ടില്ല. ദൈവത്തിനെതിരെ ഒരു വാക്കുപോലും അവർ ഉച്ചരിച്ചിട്ടില്ല. അവർ പറഞ്ഞത് ഞങ്ങളെ നയിക്കേണ്ടതിന് ഒരു രാജാവിനെ തരിക എന്നുള്ളതാണ്. പക്ഷെ ദൈവം പറഞ്ഞത് അവരുടെ രാജാവായ എന്നെ തിരസ്കരിച്ച് അവർ മറ്റു വഴിയെ പോകുന്നു. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ദൈവം തൻ്റെ ജനത്തെ ന്യായാധിപന്മാരിലൂടെ നയിച്ചപ്പോൾ ഇവർക്കൊരു രാജാവിനെ വേണമെന്ന് തോന്നുന്നത് എപ്പോഴാ? സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് വേണമെന്ന് തോന്നുന്ന എപ്പോഴാ? നമുക്കൊരു ഫ്രിഡ്ജ് വേണമെന്ന് തോന്നുമ്പോഴാ? ഭക്ഷണം ചീത്തയായപ്പോഴാണോ? ഏതെങ്കിലും വീട്ടിൽ ഹൗസ് വാങ്ങിന് പോയപ്പോൾ നല്ല ഫ്രിഡ്ജ് കണ്ടപ്പോൾ കൊതി തോന്നിയപ്പോഴാണോ നമുക്കൊരു ഫ്രിഡ്ജ് വേണമെന്ന് തോന്നി? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. മറ്റുള്ളവരുടെ വീട്ടിൽ നല്ല ഫ്രിഡ്ജ് കണ്ടപ്പോൾ തോന്നി ഇതെൻ്റെ വീട്ടിലും വേണമെന്ന് തോന്നി. മറ്റുള്ളവരുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ കണ്ടപ്പോൾ തോന്നി ഇതെൻ്റെ വീട്ടിലും വേണമെന്ന് തോന്നി. നല്ല കാർ അപ്പുറത്ത് വന്നപ്പോൾ നമുക്ക് തോന്നി എന്തുകൊണ്ട് നമുക്കും നല്ലൊരു കാറായിക്കൂടാ. ഒരു പരിധി വരെ മലയാളിയുടെ കാര്യത്തിൽ അങ്ങനെ, ഇനി മറ്റുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെ എനിക്കറിയില്ല.
പൊതുവെ അങ്ങനെയാണ്. നമ്മൾ മറ്റുള്ളത് കാണുമ്പോൾ നമുക്കും ഒരു ആഗ്രഹം തോന്നും, കൊള്ളാലോ, നമുക്കത് വാങ്ങിയാലോ എന്ന് തോന്നും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. വിജാതീയമായിട്ടുള്ള ജനതകളെ മുഴുവൻ നയിച്ചുകൊണ്ടിരുന്നത് രാജാക്കന്മാരായിരുന്നു. അവർ ഒരു ഏകാധിപത്യ രാജാവ്, അതായത് നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ രാജാക്കന്മാരുടെ ഭരണം ഉണ്ടായിരുന്നു. ഇന്ത്യ ഏകദേശം 600-ലധികം ചെറിയ ചെറിയ രാജ്യങ്ങളിൽ ചെറിയ ചെറിയ രാജാക്കന്മാർ ഭരിച്ച ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതിനെ കീഴടക്കാൻ പറ്റി. കാരണം എന്താ? ഇവർ തമ്മിലൊരു ഒത്തൊരുമയില്ല. ഈ 650 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. അപ്പോൾ പിന്നെ ഇവരെ തമ്മിൽ അടുപ്പിക്കാൻ ഒരുത്തൻ്റെ കൂടെ കൂടി ഞാൻ അവനെ തോപ്പിക്കാൻ നിന്നെ സഹായിക്കാമെന്ന് പറയും. ഇവനെ സഹായിക്കാനായിട്ട് അവനെ തോപ്പിക്കും, അവൻ്റെ രാജ്യം കീഴടക്കി അതിൻ്റെ പകുതി കീഴടക്കും. 2 ദിവസം കഴിയുമ്പോൾ ഇവനെയും വട്ടം പൂട്ടി ഇവനെയും സ്വന്തമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയെ അവസാനം ഇന്ത്യ മൊത്തം ആരുടെ അണ്ടറിലായി? ഈ പറയുന്ന പല രാജ്യങ്ങളുടെയും അണ്ടറിലേക്ക് നമ്മൾ പോയൊരു കാലഘട്ടം, ഒരു ചരിത്രം നമുക്കുണ്ട്. ഇത് രാജാക്കന്മാരുടെ രീതി അതാ. അതായത് നമ്മൾ സാധാ ഭാഷയിൽ പറഞ്ഞ ആരോഗ്യമുള്ളവൻ അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ അന്നത്തെ രാജാക്കന്മാർ അങ്ങനെയായിരുന്നു, ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. എന്നാൽ ഈ രാജാവിനെ വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈജിപ്തിൽ നിന്നും അവരെ കൊണ്ടുവന്ന എന്നെ അവർ തിരസ്കരിച്ച് വിജാതീയ ജനത നടക്കുന്നത് പോലെ അവർക്ക് രാജാവിനെ വേണമെന്ന് പറയുന്നു. അത് യഥാർത്ഥത്തിൽ അവർ അവരുടെ ദൈവമായി യഹോവയെ തിരസ്കരിക്കുന്നതാണെന്നാണ് കർത്താവ് പറയുന്നത്. അല്ല, അങ്ങനെയല്ല നിങ്ങൾ വായിച്ചേ 7-ാം വാക്യം ഒന്നും കൂടി നിങ്ങൾ എല്ലാവരും ബൈബിളിൽ വായിച്ചേ. അവിടുന്ന് സമൂഹലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക, അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റ് ദേശക്കാര് മറ്റ് വിജാതിയരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അവരതിനെ അനുകരിക്കുകയാണ്. ഞങ്ങൾക്കും വേണം ഒരു രാജാവ്. അതുവരെ ഒരു കുഴപ്പമില്ല, ഈ പറയുന്ന ന്യായാധിപന്മാരിലൂടെ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയതാ. ഇന്ന് നമ്മളും ഇതൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ, അല്ലേ? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ഭാഗത്താണ്, അല്ലേ? തൃശ്ശൂരല്ലേ ഇത്? തൃശ്ശൂർ ടൗണിലാണ്. എല്ലാവിധ വിജാതീയ അനുകരണങ്ങളുടെയും എല്ലാവിധ സംസ്കാരത്തിൻ്റെയും കലയുടെയും എല്ലാത്തിൻ്റെയും ഒരു ഒത്തൊരുമ ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ തൃശ്ശൂർ എന്ന് പറയും, അല്ലേ? പൊതുവെ അങ്ങനെയല്ലേ അറിയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ആരാധന രീതികളിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ മറ്റുള്ള ആരാധന രീതികൾ കടന്നു വന്നിരിക്കുന്ന തൃശ്ശൂർ ഒരുപാട് വന്നിട്ടുണ്ട്, അല്ലേ ജയനെ? പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ? അതായത് ഇവിടുത്തെ തൃശ്ശൂരത്തെ പ്രധാനപ്പെട്ട പരിപാടിയാണ് വെടിക്കെട്ട്, അതുപോലെ ആനേനെ എഴുന്നള്ളിക്കൽ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ, ഉത്സവങ്ങൾ, ഈ പരിപാടികളൊക്കെ. ഇതൊക്കെ ഏത് ആചാരത്തിൻ്റെ ഭാഗമാണ്? ഹൈന്ദവ ആചാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇന്ന് പള്ളി ചെന്ന ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. വെടിക്കെട്ടുണ്ട്, കൊടിമരമുണ്ട്, ഈ പറയുന്ന ഉത്സവങ്ങളുണ്ട്, ഇപ്പോൾ ആനേനെ എഴുന്നള്ളിപ്പിക്കൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. നമ്മൾ കർത്താവിനെ ഉപേക്ഷിച്ചോ? ഇല്ല. യഹോവയെ വേണ്ടെന്ന് പറഞ്ഞോ? യേശുവല്ല ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞോ? യേശുവിലുള്ള വിശ്വാസം എപ്പോഴും ഇല്ലേ? ഉണ്ട്. പക്ഷെ കർത്താവ് അവിടെ പറഞ്ഞു തന്നെ ഇവിടെയും പറയുന്നത്, വ്യത്യാസമൊന്നുമില്ല. സമൂഹലെ, നീ വിഷമിക്കണ്ട, അവർ നിന്നെ അല്ല ഉപേക്ഷിച്ചത്, സർവശക്തനായ ദൈവമായ എന്നെ തന്നെയാണ് അവർ ഉപേക്ഷിക്കുന്നത്. കാരണം അവർ മറ്റു പലതിൻ്റെയും പിന്നാലെ പോവുക. ദൈവം നമുക്ക് വ്യക്തമായ ഒരു ആരാധന രീതി തന്നിട്ടുണ്ട്, നമ്മൾ എങ്ങനെ പോകണം. എന്താണ് ക്രിസ്തീയമായിട്ടുള്ള ആരാധന? ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയാണ് ക്രിസ്തീയ ആരാധന. ക്രിസ്തീയ പാരമ്പര്യം അതാണ്, അപ്പസ്തോലിക പാരമ്പര്യം അതാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ളതൊന്നും ക്രിസ്തീയമല്ല. നമ്മൾ ഓരോ ദേശത്ത് നമുക്ക് കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് വാമിങ്ങിന് ചെന്നപ്പം 2 ഡോറുള്ള ഫ്രിഡ്ജ് കണ്ടു. അപ്പോൾ 1 ഡോറുള്ള ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിൽ പോരാ എന്ന് തോന്നി. അല്ലാതെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടൊന്നല്ല. അപ്പുറത്ത് AC കണ്ടു, അപ്പുറത്ത് കാറ് കണ്ടു, ഇനി ഡിഷ് വാഷർ കണ്ടു. ഇനി ഓരോന്ന് കാണുമ്പോൾ ഇതൊക്കെ വേണമെന്ന് നമുക്ക് തോന്നും സ്വാഭാവികമായിട്ടും. അതിനുള്ള ആസ്തി ഉണ്ടോ, അതിനുള്ള സമ്പത്തുണ്ടോ, ഇതൊന്നും നോക്കിയിട്ടല്ല, ലോൺ എടുത്തിട്ടായാലും നമ്മളത് വാങ്ങിയിരിക്കും. അതിനകത്ത് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. ഇതുപോലെ തന്നെ നമ്മൾ ആരാധന രീതികളിൽ നമ്മൾ കടന്നു വന്നു. കർത്താവ് നമ്മളോട് പറയുന്ന ഇതേ കാര്യം തന്നെയാണ്. നീ അനുഗ്രഹിക്കപ്പെടാതെ, നീ രക്ഷിക്കപ്പെടാതെ, നീ മുൻപോട്ട് പോകുന്നതിന് തടസ്സമായി രോഗത്തിൻ്റെ പലവിധ മേഖലകളിലൂടെ പ്രതിസന്ധികളിലൂടെ നടക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. പല സമയങ്ങളിൽ യഹോവയായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റു പലതിനോട് നീ കൂട്ടുപിടിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോയതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നത്തിൻ്റെയും കാരണം. നമ്മൾ കർത്താവിനോട് ചോദിക്കും, ഞാൻ കർത്താവിനെ ആരാധിച്ചല്ലോ, ഞാൻ ദൈവത്തെ വിളിച്ചല്ലോ, ഞാൻ പള്ളിയിൽ പോയല്ലോ, ഞാൻ കുർബാന കണ്ടല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളിലും ഞാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് പറയുന്നത് ഇതാണ്, ഒക്കെ നീ ഉണ്ടായിരുന്നു, പക്ഷേ നീ എന്നെ ഉപേക്ഷിച്ച് നീ അവിടെ പോയി
മറ്റുള്ളതിൻ്റെ പിന്നാലെ പോയി എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ, 9-ാമത്തെ വാക്യം. അത് ദൈവത്തിൻ്റെ സ്നേഹം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. 9-ാം വാക്യം ഒന്ന് വായിച്ചു. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക, എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞതിന് അനുവദിച്ചു കൊടുക്കുക, ഇപ്പോൾ അതിനനുസരിക്കുക. പക്ഷേ രാജാവ് എങ്ങനെ അവരെ ചൂഷണം ചെയ്യുമെന്നുള്ളത് വ്യക്തമായി എന്ത് ചെയ്യണം? പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. ഞാൻ കാര്യം ഇന്നിപ്പം സമ്പത്തിൻ്റെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അതായത് ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ അതൊക്കെ തന്നെയായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാലത്ത് നേരെ തിരിച്ചായിരുന്നു അല്ലേ? ഈ ജനങ്ങളുടെ പീഡിപ്പിച്ചും അല്ലെങ്കിൽ അവരുടെ പണം വാങ്ങിയൊക്കെ സ്വർണം വാങ്ങിക്കൂട്ടി ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചു വെച്ച നിലവറകൾ കുറേയുണ്ട്. ഇന്നും തുറക്കാൻ പറ്റാത്ത നിലവറ നമ്മുടെ കേരളത്തിലുണ്ട്. അതായത് കണക്കെടുക്കാൻ പോലും പറ്റാത്ത സ്വർണത്തിൻ്റെ നിലവറകളുണ്ട്. ഇതെന്തുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് പോയി എന്ന് ചരിത്രം പരിശോധിച്ച രസമാണ്. ഇത് ബ്രിട്ടീഷുകാർ കുറേ കൊണ്ടുപോയി. അതായത് ഇന്ന് ഈ പറയുന്ന ക്ഷേത്രങ്ങളിലോ ഇവിടെയൊക്കെ ഭണ്ഡാരങ്ങളിലൊക്കെ ഇരിക്കുന്ന സ്വർണത്തിൻ്റെ 1000 ഇരട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പല രാജ്യക്കാരുമായിട്ട് കൊണ്ടുപോയി. ഇന്ന് അതിൻ്റെയൊക്കെ ഒരു ശതമാനം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് തന്നെ നമുക്ക് പുറത്തെടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇതൊരു കാലത്ത് രാജാക്കന്മാർ ശിഷ്യന്മാരെ വെച്ച് അല്ലെങ്കിൽ അടിമകളെ വെച്ച് ജോലി ചെയ്യിപ്പിച്ചും പല രീതിയിൽ സമ്പാദിച്ചു കൂട്ടിയ പണമൊക്കെയാണ്. ഈ പറയുന്ന കാര്യം കൊണ്ട് വാങ്ങിക്കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് പല നിലവറയിലും ഇരിക്കുന്നത്, പല സ്ഥലങ്ങളിലും വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത്. എന്തുമാകട്ടെ, ആര്യമാകട്ടെ, ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നത്, ഒരു രാജാവിനെ നീ തെരഞ്ഞെടുത്താൽ ആ രാജാവ് നിന്നെ എങ്ങനെ ചൂഷണം ചെയ്യും, നിന്നെ എങ്ങനെ തകർക്കുമെന്ന് നീ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം, പറഞ്ഞു കൊടുക്കണമെന്ന് ദൈവം കൃത്യമായി ന്യായാധിപനോട് പറയുക, സമൂഹത്തിനോട് പറയുക. നമ്മുടെ സ്വഭാവമല്ല കർത്താവിന്. നമ്മളാണെങ്കിൽ എന്ത് പറയും? എന്നെ തള്ളിയിട്ട് പോയതല്ലേ, അവൾ ഇനി അവളുടെ പാട്ടിന് പോട്ടെ, അവൾ തിരിച്ചു വന്ന് മാപ്പ് പറഞ്ഞാൽ ഞാനിനി അവളോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു ബന്ധം നമുക്ക് വെക്കാം. അല്ലെ ഞാനുമായി ഒരു ബന്ധമില്ല, അല്ലെ നമ്മളങ്ങനെയല്ലേ പറയുക? തിരിച്ചു വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറയും. പക്ഷെ കർത്താവ് നേരെ തിരിച്ചാ, പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളെക്കുറിച്ചും എല്ലാ പ്രതിസന്ധിയെക്കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു, എല്ലാ മേഖലയും പറഞ്ഞു കൊടുത്തു. അവിടം കൊണ്ടും നിർത്താത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതായത് ഒരു രാജാവ് വന്നാൽ എന്തു സംഭവിക്കും, എന്തായിരിക്കും വരിക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കയ്യും കഴുകി മാറിപ്പോയി നിൽക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ കാണുന്നത്. പകരം ഒരു രാജാവിനെ, അഭിഷേകമുള്ളവനെ തിരഞ്ഞെടുക്കുകയാണ് ദൈവോടെ ചെയ്യുന്നത്. ദൈവം ആദ്യമായി തിരഞ്ഞെടുത്ത രാജാവാണ് സാവൂള്. സാവൂളിനെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ 9-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 9-ന്റെ 3-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? 1 മുതൽ ഒന്ന് വായിച്ചോ. 9-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചു. ബെഞ്ചമിൻ ഗോത്രജനായ കിഷ് എന്നൊരാളുണ്ടായിരുന്നു. അവൻ അബിയേലിന്റെ മകനായിരുന്നു. അബിയേൽ സെരോറിന്റെയും സെരോർ ബക്കോറയത്തിന്റെയും. അതായത് ആ തലമുറയുടെ പേര് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക. എന്നിട്ട് അതിന്റെ 3-ാം വാക്യം വായിച്ചോ. ഒരിക്കൽ സാവൂളിന്റെ പിതാവായ കിഷിന്റെ കഴുതകൾ കാണാതായി. അവൻ സാവൂളിനോട് പറഞ്ഞു, ഒരു വൃത്തിനെയും കൂട്ടി കഴുതകളെ അന്വേഷിക്കുക. അതായത് ദൈവത്തിന് വേണമെങ്കിൽ ഓക്കെ, ഇവന്മാർ എന്നെ തിരസ്കരിച്ചു, സർവശക്തനായ ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു ന്യായാധിപനിലൂടെ ഈ ജനത്തെ നടത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചതിനെ വിപരീതമായി ഞങ്ങൾക്കൊരു രാജാവിനെ മതി എന്ന് മുറവിളി കൂട്ടി. എന്നാൽ പിന്നെ ഞാനും നീയുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ദൈവം മാറി നിൽക്കുകയല്ല. ദൈവം തൻ്റെ ജനത്തോട് കരുണ കാണിക്കുന്ന, തൻ്റെ ജനത്തോട് വീണ്ടും വീണ്ടും കാരുണ്യം കാണിക്കുന്ന ഒരു ദൈവത്തെ കാണുന്നത്. കിഷിന്റെ മകനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി കിഷിന്റെ 2 കഴുതകളെ ദൈവം എന്ത് ചെയ്തു? സാധാരണഗതിയിൽ സ്ഥിരമായി കഴുതനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കൃത്യമായി എവിടെയെങ്കിലും പോയി പുല്ല് നിന്നാലും വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വീട്ടിൽ വരും. അതിന് കറക്റ്റ് അതിൻ്റെ യജമാനനെ അറിയാം. കാളയ്ക്ക് അതിൻ്റെ യജമാനനെ അറിയാം, കഴുതയ്ക്ക് അതിൻ്റെ തൊഴുത്തറിയാം, അല്ലേ? കർത്താവ് ഇതിൻ്റെ സങ്കീർത്തനങ്ങളിൽ പാടുന്നുണ്ട്, സങ്കീർത്തനം അത് പാടി ആരാധിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ജനത്തിന് എന്നെ മാത്രം അറിയത്തില്ല. ഇതാണ് സങ്കീർത്തകന്റെ സങ്കടം. ദൈവത്തെ മാത്രം നമ്മൾ അറിയുന്നില്ല, മറ്റു പലതിനെയും അറിയുന്നു, മറ്റു പലതിൻ്റെയും പിന്നാലെ പോകുന്നു. കഴുതയ്ക്ക് അറിയാം കൃത്യമായിട്ട്. നമ്മുടെ നാടുകളിലൊക്കെ ഇങ്ങനത്തെ കാളകളെയും കഴുതകളെയും കണ്ടിട്ടുണ്ടോ? കയറില്ലാതെ ആടുകളെ കൊണ്ടുവന്ന് കെട്ടിവിടുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ കുറവാണ്. കർണാടകയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, നീ കോയമ്പത്തൂരല്ലേ, അവിടെ എങ്ങനെ ആടിനെ എല്ലാത്തിനെയും കയറുമ്പ് കെട്ടിയാണ് നടത്തുന്നത്? അല്ല, എല്ലാത്തിനും അയച്ചിട്ടേക്കുക. ഈ ആടിനറിയാം കൃത്യമായിട്ട് അതിൻ്റെ ഇടയൻ ആരാണെന്നുള്ളത്, അല്ലേ? വൈകുന്നേരം ആകുമ്പോൾ അത് കൃത്യമായിട്ട് തീറ്റ തേടി തിരിച്ച് വീട്ടിൽ വന്നോളും. പകല് മുഴുവൻ തീറ്റയൊക്കെ ചെയ്ത് നടന്ന് വൈകുന്നേരം ആകുമ്പോൾ അത് കൃത്യമായിട്ട് അതിന് ലക്ഷ്യം അറിയാം, ലക്ഷ്യമുണ്ട് അതിന് യാതൊരു തടസ്സവും കറക്റ്റായിട്ട് എത്തും. ഇത് കർത്താവിനും അറിയാം. പക്ഷേ ഈ കഴുതകളെ 2 കിഷിന്റെ 2 കഴുതകളോട്
കർത്താവ് പറഞ്ഞു, നീ ഇന്ന് തിരിച്ച് വീട്ടിൽ പോണ്ട. പകല് തിന്നാൻ പോയി, തീറ്റ കഴിഞ്ഞപ്പോൾ കിഷിന്റെ 2 കഴുതകളെ കർത്താവ് വലിച്ചു കഴിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അപ്പനായ കിഷ് മകനായ സൗളിനോട് പറഞ്ഞു, സൗളെ, നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ഭൃത്യരിൽ ഒരുവനെയും കൂട്ടിയിട്ട് ആ കഴുതകൾ അവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കുക. 2 കഴുതകൾ നമുക്ക് മിസ്സായി, അതിനെങ്ങനെയെങ്കിലും തിരിച്ചെടുക്കുക. അങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് അവർ പോവുക. അടുത്ത വാക്യം വായിച്ചോ. അവർ എഫ്രായിം മലനാട്ടിലും നമ്മളെപ്പോലെ തന്നെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് എല്ലാ സ്ഥലത്തും പോയി നോക്കി. അവന് വായിച്ച് ഇനി വാക്ക് തെറ്റിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ രക്ഷപ്പെടുത്ത്. ഓരോരോ സ്ഥലത്തെ പേരുകളൊക്കെ നാവേ കൊള്ളാത്ത പേരുകളാണ്. എല്ലാ സ്ഥലത്തും പോയി, കിഴക്കും നോക്കി, തെക്കും നോക്കി, വടക്കും നോക്കി, പടിഞ്ഞാറും നോക്കി. കഴുതനെ കാണുന്നില്ല, കഴുത എവിടെയും മിസ്സായി. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഭൃത്യൻ ഒരു ഉപദേശം കൊടുത്തു. നമുക്ക് ഇവിടെ ഒരു ദീർഘദർശി ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ഈ ദീർഘദർശി ഒരു പക്ഷേ നമ്മുടെ കഴുതയെ എവിടെയാണെന്ന് കാണിച്ചു തരാൻ നമ്മളോട് സംസാരിക്കാൻ പറ്റും. നമുക്കിതും ഇതേ മേഖല നമ്മുടെ ചുറ്റുവട്ടമുണ്ട് അല്ലേ. നമുക്കിപ്പം കുറച്ച് വർഷമായിട്ട് നമുക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വർഷമായിട്ട് ഒരു ജോലി ലഭിക്കുന്നില്ല, കുറച്ച് വർഷമായിട്ടൊരു വിവാഹം നടക്കുന്നില്ല. ഇങ്ങനെ വർഷങ്ങൾ നീണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോഴായിരിക്കും നമ്മളുമായി യാതൊരു ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു ചേച്ചി വന്നിട്ട് പറയും, ഇന്ന പള്ളിയിൽ പോയി ഒന്ന് വേണ നേർന്ന, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോയി ഒരു നേർച്ച നേർന്ന, ഇന്ന സ്ഥലത്ത് പോയി ഒരു ചരട് കെട്ടിയ, ഇന്ന സ്ഥലത്ത് പോയി ഒരു കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഈസി ആയിട്ട് നടക്കുമെന്ന് പറയും. നമ്മൾ ഓടിച്ചെല്ലും, കാലങ്ങളായി നടക്കാത്തത്, എന്നാൽ പോയി നോക്കാം. എന്നാൽ കർത്താവിൻ്റെ ബൈബിളിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രം നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ നോക്കുകയില്ല, പരിശോധിക്കുകയില്ല. ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമുക്കപ്പം എന്താ വേണ്ടേ? നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടണം. 10 വർഷമായി അല്ലെങ്കിൽ 15 വർഷമായി, എങ്ങനെയെങ്കിലും കാര്യം നടക്കണം, ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പോകുമ്പോൾ ഇത് കൂടുതൽ കുരുക്കാവുകയാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തു വെക്കുമ്പം അതുവരെ തടഞ്ഞു വെച്ചിരിക്കുന്ന പിശാച് അതിൻ്റെ ഇരട്ടി തടയാൻ തുടങ്ങും. ഒരിക്കലും നടക്കാത്ത രീതിയിൽ, ഒരു കാലത്തും നടക്കാത്ത രീതിയിലേക്ക് ഇത് കുരുക്കായി മാറും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ സുത്തിലിവള്ളി എന്ന് പറഞ്ഞ സാധനം മനസ്സിലായോ? പ്ലാസ്റ്റിക് വള്ളി. ഞങ്ങളുടെ നാട്ടിൽ സുത്തിലിവള്ളി എന്ന് പറയും, ഇവിടെ എന്നാ പറയുന്നത്, എന്തെങ്കിലും പറയും, പ്ലാസ്റ്റിക് വള്ളി. സംഭവം മനസ്സിലായില്ലേ? ഇങ്ങനെ റോളായിട്ട് വന്നിരിക്കുന്ന സാധനം. ഈ സാധനം ഒന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം കെട്ടുപണിയും അല്ലേ. അല്ലെങ്കിൽ ടങ്കീസ് വള്ളിയൊക്കെ ഒന്ന് കെട്ടുപണിത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് വലിച്ച് ശരിയാക്കി എടുക്കാൻ പെടുന്ന പാട്. ഞാനൊക്കെ എളുപ്പത്തിന് ചെയ്യുന്നത് ആ കെട്ടുള്ള സ്ഥലത്ത് കട്ട് ചെയ്യും 2 എണ്ണം, എന്നിട്ട് 2 മാറ്റും. ആ കെട്ടെടുത്ത് കാട്ടിക്കളയും. കാരണം ഇത് അഴിച്ചെടുക്കാൻ വലിയ പാടാണ്. പണ്ട് പന്തലുപണിക്ക് പോയിട്ടിരുന്നപ്പോൾ ഈ സാധനം ഒരുപാട് എനിക്കിട്ട് പണി വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആകെ ചെയ്യുന്ന പരിപാടി ഇതാണ്, ആ കെട്ടുകൂട്ടിയിരിക്കുന്ന സാധനം കട്ട് ചെയ്തിട്ട് അത് മാത്രം ആശാൻ കാണാതെ പോക്കറ്റിലിടും, പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കളയും. ബാക്കിയുള്ള വള്ളി അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പുള്ളി ചീത്ത വിളിക്കും. അതുകൊണ്ട് നമ്മളത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി പോക്കറ്റിൽ വെച്ചിട്ട് കാരണം ഇത് അഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം എടുക്കും. അതുപോലെ കെട്ടുപണിഞ്ഞു പോകുന്ന സാധനം. യഥാർത്ഥത്തിൽ നമ്മളെക്കൊണ്ട് സാത്താൻ ഈ കെട്ട് മുറുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം, ഒരു ജോലി, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏതോ ഒരു കാരണം അതിൻ്റെ പുറകെ നിൽക്കുന്നുണ്ട്. ഏതൊരു ശാപം, ഏതൊരു ബന്ധനം. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ശാപത്തെ അഴിക്കണം, ഈ ബന്ധനത്തെ അഴിക്കണം എന്നാണ്. പക്ഷേ ആരുടെയെങ്കിലും ഉപദേശം തേടി നമ്മൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും നേർച്ചയോ കാഴ്ചയോ വെച്ചാൽ അത് കൂടുതൽ കുരുക്കായി മാറും. പിന്നെ കുരുക്കഴിക്കുന്ന മാതാവ് വന്നാൽ പോലും ആ കുരുക്കഴിക്കൽ ഇത്തിരി പാടാ, അത് അവിടെ അങ്ങനെ കിടക്കും. അത് മാറ്റാൻ കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം നീ യേശുവിൻ്റെ മുമ്പിൽ മാത്രമേ ഏതെങ്കിലും കുരുക്കുണ്ടെങ്കിൽ, ഏതെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ, കെട്ടുണ്ടെങ്കിൽ അത് അഴിയത്തുള്ളൂ. മറ്റൊരുവിനെ കൊണ്ടും ഇത് അഴിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒന്ന് സ്തുതിച്ചേ, ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഈ ഭൃത്യൻ അവനോട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഈ പ്രവാചകന്റെ അടുത്തൊന്ന് പോയി നോക്കാം. അക്കാലത്ത് ദീർഘദർശിയാണെന്ന് പ്രവാചകനെ പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം, എങ്ങാനും ലോട്ടറി അടിച്ചാലോ, നമുക്കൊന്ന് പോയി നോക്കാം. അദ്ദേഹത്തിന് ഉപദേശം കേട്ട് ഇവർ 2 പേരും കൂടി നേരെ ദീർഘദർശിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമമായി അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ സംഭവിച്ച കാര്യങ്ങൾ താഴോട്ട് കുറച്ചുണ്ട്, കഥകൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഒരു പക്ഷേ. അതിൻ്റെ 15-ാം വാക്യം മുതൽ നമ്മളൊന്ന് വായിക്കുക. 15 മുതൽ. സാവൂൾ വന്നതിന്റെ തലേ ദിവസം കർത്താവ് സാവൂളിന് വെളിപ്പെടുത്തിയിരുന്നു, നാളെ ഈ സമയത്ത് ബെഞ്ചമിന്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും, അവനെ നീ എന്റെ ജനത്തിന് രാജാവായി അഭിഷേകം ചെയ്യണം. ആമേൻ. അതായത് കഴുതയെ കാണാതാക്കിയത് ദൈവം, കഴുതയെ കാണാതാക്കിയിട്ട് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും 4 സ്ഥലത്തും അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ അനുവദിക്കാതിരുന്നത് ദൈവം, ഭൃത്യന്റെ
ഒന്ന് പ്രചോദിപ്പിച്ച് ആ പ്രവാചകന്റെ മുൻപിൽ എത്തിച്ച ദൈവം അവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും കാര്യം ഇവിടെ ചെയ്തു വെച്ചിട്ട് ദൈവം അവിടെ സമൂഹലിന്റെ മുമ്പിൽ വെളിപ്പെടുകയാണ്. നാളെ ബെഞ്ചമിൻ ഗോത്രജ്ഞനായ കിഷ് എന്ന് പറയുന്നവന്റെ മകനായ സൗൾ എന്നൊരു വ്യക്തി നിന്റെ അടുത്ത് വരും. നീ ഒന്നും നോക്കണ്ട, അവനെ അഭിഷേകം ചെയ്യുക, അവനെ പറഞ്ഞ് രാജാവാക്കി വിടുക. ദൈവം ചെയ്തൊരു പ്രവൃത്തി നോക്കുക. കാരണം ഏതെങ്കിലും ഒരു ലോക്കൽ ഒരു കഴിവുമില്ലാത്തവൻ, ഏതെങ്കിലും ഒരു മോശപ്പെട്ടവൻ ഇവിടെ അഭിഷേകം ചെയ്ത രാജാവ് വന്നു കഴിഞ്ഞാൽ ആ ജനത നശിച്ചു പോകുമെന്ന് ആർക്കറിയാം? സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നതിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട കോമളനായ, ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവനായ സൗളിനെ ദൈവം നേരെ അവൻ്റെ കഴുതകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടേക്ക് എത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ദൈവം എവിടെയൊക്കെ പ്രവർത്തിച്ചു? പ്രവാചകന്റെ മേൽ പ്രവർത്തിച്ചു, കഴുതയുടെ മേൽ പ്രവർത്തിച്ചു, ഭൃത്യന്റെ മേൽ പ്രവർത്തിച്ചു, ഈ പറയുന്ന സൗളിന്റെ മേലും പ്രവർത്തിച്ചു. 4 പേരും കൂടെ ഈ പ്രവർത്തികളെല്ലാം നടത്തി ആരുടെ മുമ്പിൽ വന്നു? സമൂവേലിന്റെ മുമ്പിൽ എത്തി. സമൂവേൽ അവനെ അഭിഷേകം ചെയ്യുന്നു, അവനെ രാജാവായി വാഴിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അത് 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചോ. 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ. സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സൗലിന്റെ ശിരസിൽ ഒഴിച്ചു, അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തന്റെ ജനത്തിന്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. തന്റെ അവകാശമായ ജനത്തിന് രാജാവായി നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളം ഇതായിരിക്കും. ആമേൻ. അവിടെ സൗളിനെ ദൈവം സമൂവേലിലൂടെ അഭിഷേകം ചെയ്യുക. ആരാണ് അഭിഷേകം ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ദൈവമാണ് അഭിഷേകം ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ദൈവം ആരെ ഉപയോഗിച്ചു? സമൂവേൽ എന്ന ന്യായാധിപനെ ഉപയോഗിച്ചുകൊണ്ട് സൗളിനെ അഭിഷേകം ചെയ്ത് പറഞ്ഞയക്കുക. ഇവിടെ പിന്നീടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്വാഭാവികമായും നമ്മുടെ മുൻപിൽ ആദ്യമായിട്ട് ഒരു ദർശനമോ ഒരു വെളിപ്പാടോ ആദ്യമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുമോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല. നിങ്ങളൊക്കെ മാന്യന്മാരായിരിക്കാം, നല്ലവരായിട്ടുള്ളവർ അവിടെ തന്നെ ഇരുന്നു, കുഴപ്പമില്ല. ഞാൻ എന്തായാലും അത്ര നല്ലവരൊന്നായിരുന്നില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പറഞ്ഞ മെസ്സേജ് എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആകാൻ ഒരു സാധ്യതയില്ലെന്നുള്ളതായിരുന്നു. നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്നുള്ളതായിരുന്നു എന്നോട് ആദ്യമായിട്ട് പ്രിയപ്പെട്ട ഷിബു ബ്രദർ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ധ്യാനത്തിന് ചെന്നു. ഒരു പ്രാവശ്യം പറഞ്ഞു, ബ്രദർ ഓക്കെ കൊള്ളാം, നല്ല മെസ്സേജാണ്, എനിക്ക് കേട്ടപ്പോൾ ഇഷ്ടം തോന്നി. രണ്ടാമതും പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, സാറേ ഇത് ആൾ മാറിപ്പോയി, നിങ്ങൾ പറഞ്ഞ സ്ഥലം മാറിപ്പോയി. കറക്കി കുത്തി ഒന്ന് പ്രവചിച്ചു നോക്കിയതാണ്, പക്ഷേ പ്രവാചകന്റെ പ്രവചനം ചീറ്റിപ്പോയി എന്നുള്ളതാണ് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞത്. പക്ഷെ ഇത് പുറത്തു പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മിണ്ടാതിരുന്നു. 3-ാമത്തെ പ്രാവശ്യവും ബ്രദർ പറഞ്ഞു, കർത്താവ് എന്നോട് പറയുന്നു നിങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തടസ്സമുണ്ടെന്ന് എന്നോട് കർത്താവ് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, 1 വയസ്സുള്ളൊരു കൊച്ചിപ്പോൾ അവിടെ പുറത്ത് ഓടി കിടക്കുന്നുണ്ട്, ഞങ്ങളുടെ തന്നെയാണ്, IVF ചെയ്തൊന്നല്ല, അതിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, ആരോഗ്യവാനായി ഒരു പ്രശ്നമില്ലാതെ അവിടെ ഉണ്ട്, 1 വയസ്സുണ്ട്. അപ്പോൾ ഇത് അവൾ പറയുന്നതിന് അവൾക്കൊരു കാരണമുണ്ട്. അവൾ ലേബർ റൂമിൽ വർഷങ്ങളോളം വർക്ക് ചെയ്ത ഒരാളാണ്, അത്യാവശ്യം ഈ കാര്യങ്ങളെക്കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എങ്ങനെയാണ് ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആകുന്നതിനെ കുറിച്ച് അവർക്ക് മെഡിക്കലി അറിയാം. ഈ മെഡിക്കൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ മാനുഷികമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് എനിക്കും അറിയാം, ഞാനും ഉള്ള വെച്ചിട്ട് ഇത് പറയുക. ഒരു കുഞ്ഞുള്ള ഒരു വ്യക്തിക്ക് 2ാമതൊരു കുഞ്ഞുണ്ടാവാൻ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അപ്പോഴും ബ്രദർ പറഞ്ഞു, കർത്താവ് എന്നോട് പറയുന്നു നിനക്ക് കുഞ്ഞുണ്ടാവാൻ തടസ്സമുണ്ടെന്ന്. ബാക്കിയൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇദ്ദേഹം കറക്കി കുത്തിയിട്ട് ശരിയായില്ല, പിന്നെ ഇതുമ്പോൾ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് അത് വിട്, വേറെന്തെങ്കിലും പറ. അപ്പോഴും ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ 1 വയസ്സുള്ള കൊച്ചുണ്ടെന്ന്, പ്രശ്നമൊന്നുമില്ലെന്ന്. അപ്പോഴും ബ്രദർ പറഞ്ഞു, അല്ല കർത്താവ് എന്നോട് പറയുന്നു നിനക്ക് കുഞ്ഞുണ്ടാവാൻ തടസ്സമുണ്ടെന്ന്. 4-5 പ്രാവശ്യമായപ്പോൾ ഞാൻ വിട്ടു. ഇനിയിപ്പോൾ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അതിനുശേഷം പിന്നെ എൻ്റെ ലൈഫിൽ നടന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അത് കറക്റ്റ് മെസ്സേജായിരുന്നു, ഷാർപ്പ് മെസ്സേജുകളായിരുന്നു. പിന്നെ പറഞ്ഞതെല്ലാം അതൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലാത്തതുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ഞാനത് പറഞ്ഞ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് പറഞ്ഞ് നാണം കെടാൻ എനിക്ക് താല്പര്യമില്ല, അത് വിടുക. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, തിരിച്ചു വന്നു. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇതെന്താണോ അങ്ങനെ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, ചിലപ്പോൾ അദ്ദേഹത്തിന് തെറ്റിപ്പോയതായിരിക്കാം, ഇനി എന്ത് തന്നെ ആകട്ടെ, തെറ്റിയതായാലും ശരിയാണെങ്കിലും നമുക്കൊരു കാര്യം നോക്കാം, അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങാം. അങ്ങനെ ഒരു ശ്രമം ഞങ്ങൾ അന്ന് തുടങ്ങി. 10 വർഷത്തിന് ശേഷമാണ്, പിന്നീട് 11-ാം വർഷമാണ് 2ാമതൊരു കുഞ്ഞിലേക്ക് വരുന്നത്. ഞങ്ങൾ ഒരു 4 വർഷം വരെ സ്വാഭാവികമായും ഞങ്ങളിൽ തന്നെ ആശ്രയിച്ചു.
അതിനുശേഷം ഞങ്ങൾ മെഡിക്കൽ സയൻസിലേക്ക് പോയി. ഇനി എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിലോ സ്വാഭാവികമായിട്ട് സംഭവിക്കാമല്ലോ. ഞങ്ങൾ പോയിട്ട് നല്ല 2-3 ഡോക്ടേഴ്സിനെ കണ്ടു. ഒരാളെ കണ്ടു, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കണ്ടു, തേർഡ്. എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവുമില്ല, ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ എല്ലാം ഓക്കെയാണ്, എനിക്ക് ചെയ്യാനുള്ള എല്ലാ ടെസ്റ്റും ചെയ്തു, അവൾക്ക് ചെയ്യാനുള്ള എല്ലാ ടെസ്റ്റും ചെയ്തു, ഒരു പ്രശ്നവുമില്ല. പക്ഷെ പ്രഗ്നൻ്റ് ആകുന്നില്ല. എന്താണ് സംഭവം? എന്നാൽ ഒരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആയതുമാണ്, ഒരു കുഞ്ഞുണ്ട് താനും, ഒരു പ്രശ്നവുമില്ല. 11 വർഷത്തോളം ഞങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് പിന്നീട് രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചത്. 2 പേര് ഇവിടെ ഉണ്ട്. 2 പേരെ നിങ്ങൾ കണ്ടാൽ അറിയാം. ഒരാൾ ഇത്തിരി വലുതും ഒരാൾ തീരെ ചെറുതുമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഞാനല്ല, കർത്താവ് തന്നെയാണ് അതിൻ്റെ കാരണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ പ്രവചനം ഞാൻ ഒരിക്കലും എടുത്തില്ല. അതിനെ യാതൊരു വിധത്തിലും ഒരു രീതിയിലും അതിനെടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് പ്രവചനം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് മുൻകൂട്ടി നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമെന്നുള്ളത് ഒരു കത്തോലിക്ക വിശ്വാസിയായ ഒരു പള്ളി ക്രിസ്ത്യാനിയെ എനിക്ക് അത്ഭുതമായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അതിൻ്റെ കാരണം ഞാൻ തന്നെയാണ്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഈ ബൈബിളിൽ അനേക പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ വായിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ തുടക്കം പറഞ്ഞ പോലെ ഉസൈയുടെ വീട്ടിലിരുന്ന ആ വിഗ്രഹത്തെ പോലെ തന്നെയായിരുന്നു എൻ്റെ വീട്ടിൽ ഈ ബൈബിള്. അതൊരു കാഴ്ച വസ്തു മാത്രമായിരുന്നു. പാലുകാരന് കാശ് കൊടുക്കാനും പത്രക്കാരന് കാശ് കൊടുക്കാനും അമ്മയും അപ്പനും പൈസ എടുത്ത് വെക്കാനുള്ള ഏതോ ഒരു പുസ്തകം മാത്രമായിരുന്നു എനിക്ക് ഈ ബൈബിള്. പക്ഷെ അതിനുശേഷമാണ് ഞാനിത് വായിച്ചു നോക്കിയത്. പക്ഷെ വായിച്ചു നോക്കിയപ്പോൾ അതിലുടനീളം പ്രവചനങ്ങൾ, മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ, നാളെ നടക്കാനിരിക്കുന്ന പ്രവചനങ്ങൾ, നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. റോമാലേഖനം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ദൈവത്തിൻ്റെ ഹിതത്തെ അറിയുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുന്നു. ഞാനൊന്ന് ചിന്തിച്ചാൽ അതെൻ്റെ ഭാര്യയ്ക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് അറിയാം. നാളെ നമുക്ക് ടൂറ് പോകാം എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവൾ ഡ്രസ്സ് റെഡിയാക്കുമോ? ആക്കില്ല. അവൾ കാലത്ത് തന്നെ കൊച്ചുങ്ങൾ റെഡിയാക്കി കാറിൽ കയറുമോ? ഇല്ല. ഞാനത് വെർബലി പറയണം, എൻ്റെ ആദരം തുറന്ന് പറയണം. ഇതാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കയറിയിരുന്ന് എൻ്റെ ഹൃദയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്ന ആളാണെങ്കിലോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയാം. ഞാൻ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് അറിയാം. റോമാലേഖനം പറയാണ്, ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ദൈവഹിതം അറിയുന്നു എന്ന്. അപ്പം ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അതാരറിയും? പരിശുദ്ധാത്മാവുള്ളവൻ അതറിയും. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ചിന്ത പരിശുദ്ധാത്മാവുള്ളവൻ അറിയും. കൊറോണ വന്ന് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞത് എപ്പോഴാണ്? കൊറോണ എന്ന് പറയുന്ന സംഭവം ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ലോകത്തോ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അറിഞ്ഞത് എപ്പോഴാണ്? 2020 ഫെബ്രുവരി മാസമൊക്കെയാണ് കൊറോണയെ കുറിച്ചുള്ളൊരു ഭയം തുടങ്ങുന്നത്. ആദ്യത്തെ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നത് ഇറ്റലിയിൽ നിന്നെങ്ങാണ്ട് ഏതോ ഒരു പാവപ്പെട്ടവൻ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെയും അവൻ്റെ നാടിനെയും മുഴുവൻ പൂട്ടിയിട്ടൊരു കാലമുണ്ടല്ലോ നമുക്ക്, അല്ലേ? ഏതൊരു പാവപ്പെട്ടവൻ വന്നു, ബസ് ഡ്രൈവറും കണ്ടക്ടറും എല്ലാത്തിനെയും പിടിച്ച് അയാൾ പോയ മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയ സകലതും ക്വാറന്റൈൻ ആക്കിയൊരു സ്ഥലമാണ് നമ്മൾ. മോശമൊന്നുമില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു. ഓക്കെ, ഇത് 2020 ഫെബ്രുവരിയിൽ നമ്മൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. ഫെബ്രുവരി പിന്നെ അങ്ങനെയുള്ള പത്രങ്ങൾ ഇങ്ങനെ പോകുന്നു. മാർച്ച് മാസം 20-ാം തീയതി ആണെന്ന് എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ ആവുന്നത്. എൻ്റെ ഏകദേശം ഒരു ഓർമ്മയാണ് ഞാൻ പറയുന്നത്, കറക്റ്റ് ഞാൻ നോക്കിയിട്ട് പറയുന്നതല്ല. പക്ഷേ 2018 ഓഗസ്റ്റ് മാസം ട്രിവാൻഡ്രം പരുത്തിപ്പാറ ഗ്രേസ് മിനി ഹാളിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റുള്ളൊരു വീഡിയോ ഇന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. 5 മിനിറ്റോ 6 മിനിറ്റോ എങ്ങാണ്ട് അപ്ലോഡ് ചെയ്തിട്ട് കിടക്കുന്നുണ്ട്. 2018 ഓഗസ്റ്റാണ് അതിൻ്റെ ഡേറ്റ് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതാ കേരളത്തിലൊരു പകർച്ചവ്യാധി വരാൻ പോകുന്നു. ആ പകർച്ചവ്യാധിയുടെ ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും? പനി വരും, തലവേദന വരും, നീരുവീഴ്ച വരും. ഈ പ്രശ്നങ്ങൾ എന്നും വന്നാൽ നിങ്ങൾ ഇന്ന് കഴിക്കുന്ന യാതൊരുവിധ മെഡിക്കൽ സപ്പോർട്ടും ഉണ്ടായാലും ഇത് മാറത്തില്ല. ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക്, അവിടെ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു പകർച്ചവ്യാധി കേരളത്തിൽ വരാൻ പോകുന്നു. കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പ്രവാചകൻ വളരെ കൃത്യതയോടുകൂടി തന്നെ പറഞ്ഞു വെച്ചു. വല്ല മാറ്റമുണ്ടോ? ഒന്നും മാറ്റം ഉണ്ടായില്ല. 2018 പറഞ്ഞത് 19-20 സംഭവിച്ചു. ദൈവത്തിൻ്റെ ഹിതം ദൈവാത്മാവുള്ളവൻ മനസ്സിലാക്കും. ഇത് പരസ്യപ്പെടുത്തിയപ്പോൾ നാട്ടുകാർ മുഴുവൻ തെറിവിളിച്ചു. ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ തെറിവിളിച്ച് കമൻറ്റ് ചെയ്തത്. അതിൻ്റെ പ്രശ്നം വേറൊന്നുമില്ല, ഞാനീ പറഞ്ഞതാ, ബൈബിൾ വായിക്കാൻ താല്പര്യമില്ല, അത് പാലുകാരന് കാശ് കൊടുക്കാൻ എടുത്തു വെച്ചേക്കണമെന്നാണ് ഈ തെറിവിളിക്കുന്നത്. നിങ്ങൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ പഴയ ആളാണ് പുള്ളി. അപ്പോൾ അവർ മാറ്റം വരാൻ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം ദൈവത്തിന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല, നമുക്കറിയില്ല. കൊറോണയെക്കുറിച്ച് മാത്രമല്ല, ഓക്കി കാറ്റിനെ കുറിച്ച് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന സകല കാര്യത്തെക്കുറിച്ചും ദൈവാത്മാവ് പലപ്പോഴായി പലരിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനുദിനം നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടായ്മയിലെ ഒരു പ്രിയദാസൻ
കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു, ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. കൊല്ലത്ത് ഞങ്ങളോട് വളരെ അടുപ്പമുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഒത്തിരി ഉപകാരമുള്ള, ഞാൻ കൊല്ലത്തിൻ്റെ ലീഡറായിട്ടിരിക്കുമ്പം ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ്, അതായത് അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെടുന്നതിൻ്റെ 3 ദിവസം മുൻപ്, തൊട്ട് മുമ്പുള്ള ശനിയാഴ്ച ഞാൻ രാവിലെ കൊല്ലത്ത് ചെന്ന് ഇറങ്ങുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ട്രെയിനാണ് ചെല്ലുന്നത്. ഞാൻ ട്രെയിനിൽ ചെന്ന് ഇറങ്ങുന്നതിന് മുൻപ്, ഞാൻ അവിടെ ചെല്ലുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് എന്നെ റേച്ചേട്ടൻ വിളിച്ചു. ബ്രദറെ എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തെത്തി. അപ്പോൾ ആൾ പറഞ്ഞു, അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പിന്നെയും ഒരു 10-20 കിലോമീറ്റർ പോകണം. അപ്പോൾ അവിടേക്ക് ഒരിക്കലും എനിക്ക് അടുത്ത ട്രെയിൻ കണക്ഷൻ കിട്ടത്തില്ല. സാധാരണ ഈ ട്രെയിൻ റൈറ്റ് ടൈം ആണെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് അടുത്തൊരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പ്രയർ നടക്കുന്ന ഹോളിൻ്റെ തൊട്ടടുത്ത് പോയി ഇറങ്ങാം. നേരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഹോളിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ സ്ഥിരം പോകുന്നത് അങ്ങനെയാണ്. പക്ഷെ അന്ന് കൃത്യമായി ഈ ചേട്ടൻ വിളിക്കുന്നു, എവിടെ എത്തിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആള് സമയം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മറ്റേ കണക്ഷൻ ട്രെയിൻ കിട്ടില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ 5 മിനിറ്റ് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ആളൊരു 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളിച്ചു. റെയിൽവേ സ്റ്റേഷന് നേരെ ഫ്രണ്ടിൽ റെയിൽവേ ക്വാർട്ടേഴ്സ് ഉണ്ട്. റെയിൽവേ ക്വാർട്ടേഴ്സിൽ ആൾക്ക് 2 കാറുണ്ട്. ആളുടെ ഒരു കാറ് അവിടെ കൊണ്ടുവന്നിട്ടു. ആ കാറിൻ്റെ താക്കോല് അവിടെ ഇന്ന റെയിൽവേ ക്വാർട്ടേഴ്സിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇന്ന ആളുണ്ട്, ബ്രദർ ചെന്നാൽ മതി, കാറിൻ്റെ കീ തരും, നിങ്ങൾ കാർ എടുത്തിട്ട് സ്വസ്ഥമായിട്ട് പോരെ. ഇത് സംഭവിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി KSRTC ബസ്സിൽ കയറി ആ മഴയത്ത് ബസ് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും വലിച്ചു കയറ്റി അവിടെ ചെന്ന് കഷ്ടപ്പെട്ടായിരിക്കും പോരുന്നത്. ഒരു ചായ കുടിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടത്തില്ല. പക്ഷേ അത്രയും കൃത്യമായി നമ്മളെ സഹായിക്കുകയും അത്രയും പ്ലാൻഡായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. ഇതിനുശേഷം എനിക്ക് അവിടെ നിന്ന് മംഗലാപുരം പോകാനായിട്ട് എന്നെ കൊണ്ടുവന്ന് ഇറക്കി. ഞാൻ പറഞ്ഞു, പൊക്കോ റേച്ചേട്ടൻ പോയിക്കോ, ഒരുപാട് തിരക്കുകളുള്ള മനുഷ്യനാണ്. അല്ല ബ്രദറിന് ബസ് വരട്ടെ. ബസ് വന്ന് എൻ്റെ പെട്ടി എടുത്ത് ബസ്സിലേക്ക് കയറ്റി വെച്ചിട്ട് തന്നിട്ടാണ് പോയി. അത്രയും സ്നേഹത്തോട് നമ്മളോട് പെരുമാറുന്ന, എന്നാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നൊരു ചേട്ടനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും ദുഃഖമാണ്, എല്ലാവർക്കും ഭയങ്കര വേദനയാണ്. പക്ഷേ ഞാൻ മറന്നു കിടന്നൊരു സംഭവം, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്നപ്പം, അതായത് ഈ മരണപ്പെട്ട് ഈ വിവരം കഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്ന് ആളുമായിട്ട് ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമത്തിലായിരുന്നു. കാരണം എങ്ങനെ ആളെ ഒന്ന് ആശ്വസിപ്പിക്കും, ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇവരോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. 2 മാസം മുൻപ് കൊല്ലത്ത് വെച്ചുള്ള 1 ഡേ പ്രയറിൽ, സൂം പ്രയർ ആയിരുന്നു. അപ്പോൾ ബ്രദർ ന്യൂസിലാൻഡിൽ വെച്ച് സൂമിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടനെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പം കർത്താവിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ ഫ്രണ്ടിലോട്ട് വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതായത് മൗനവ്രതം എടുക്കണം, ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യം മാറ്റണം, കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിക്കാതിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരോട് പോയി സംസാരിക്കണം, ഇങ്ങനെ ചില കാര്യങ്ങൾ തൻ്റെ ലൈഫിൽ ഒരുക്കണമെന്ന് ദൈവാത്മാവ് ബ്രദറിലൂടെ മെസ്സേജ് കൊടുത്തു. 1-2 കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ എല്ലാം അതിൻ്റെ റെക്കോർഡുണ്ട്. അതായത് തൻ്റെ ജീവിതത്തിൽ ഒരുക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മെസ്സേജ് കൊടുക്കുന്നു. ഈ മെസ്സേജ് മുഴുവൻ ആൾ സ്വീകരിക്കുന്നു. അതിനുശേഷം പറയുന്നു, അടുത്ത ഫാസ്റ്റിംഗ് പ്രയറിൽ മസ്റ്റായിട്ടും നിങ്ങൾ പങ്കെടുക്കണം. ഫാസ്റ്റിംഗ് എടുത്ത് നിങ്ങൾ ഒരുങ്ങി ദൈവസന്നിധിയിലിരിക്കണം. യേശു ക്രിസ്തു ബ്രദറിൻ്റെ കൈ പിടിച്ച് നടക്കുന്നതും കൊണ്ടുപോകുന്നതും ഞാൻ കാണുന്നു എന്ന് കൃത്യമായ മെസ്സേജ് ബ്രദർ കൊടുത്തു. യേശു ക്രിസ്തു കൈ പിടിച്ച് നടക്കുന്നതും കൊണ്ടു നടക്കുന്നതുമായിട്ട് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും അത് കേട്ടപ്പോൾ സന്തോഷിച്ചു. നമുക്ക് സന്തോഷമല്ലേ? യേശു കൈപിടിച്ച് നടക്കുന്നതും യേശു കൈപിടിച്ച് കൂടെ നടക്കുന്നതും നമുക്ക് സന്തോഷമല്ലേ? പക്ഷെ ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞില്ല അത് യേശു കൈപിടിച്ച് അവൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചുമില്ല, കണ്ടുമില്ല. പക്ഷേ സിസ്റ്റർ ആദ്യം ഞങ്ങളോട് പറഞ്ഞത് ബ്രദറെ, കൃത്യമായി കർത്താവ് മെസ്സേജ് കൊടുത്തു, നമുക്ക് ആർക്കും അത് മനസ്സിലായില്ലെന്നേ ഉള്ളൂ, ഇതാണ് മെസ്സേജ് കൊടുത്തത് എന്നുള്ളത്. പിന്നീടാണ് ഞങ്ങളത് പരിശോധിക്കുകയും ഞങ്ങളത് മനസ്സിലാക്കുകയും ചെയ്യുന്നത്, കർത്താവ് കൃത്യമായി മെസ്സേജ് കൊടുക്കുന്നു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് നമ്മളോട് പറയാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കെന്തില്ല, നമുക്കത് മനസ്സിലാകുന്നില്ല, നമുക്കത് അറിയാൻ പറ്റുന്നില്ല. പലപ്പോഴും ദൈവം അത് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം നമ്മെ വിട്ടുപോകുന്ന ഒരുവനല്ല. നീ പാപം ചെയ്തു, നീ എന്നെ വിട്ടുപോയി, നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞു, ഇതൊന്നും പറഞ്ഞാലും നിന്നെ വിടുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നീ എത്ര മോശക്കാരനായാലും, നീ എത്ര പാപിയായാലും നിന്റെ തിരിച്ചുവരവിനെ കാത്തിരിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു ധൂർത്തപുത്രനെ കുറിച്ച് ഉപമ പറയുമ്പോൾ, സക്കേവൂസിനെ കുറിച്ച് പറയുമ്പോഴും ബൈബിൾ പറയുന്ന ഒരു കാര്യം വ്യക്തമാണ്, നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് യേശുവിന് പല വഴിയെ പോവാമായിരുന്നു. പക്ഷെ സക്കേവൂസ് യേശു പോകുന്ന വഴിയെ ഒരു മരത്തിന് മുകളിൽ കയറിയിരിക്കുക. കൃത്യം ആ മരത്തിന്റെ താഴെ വന്നിട്ട് സക്കേവൂസിനോട് പറഞ്ഞു, സക്കേവൂസേ നീ താഴെ വരിക, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിലാ വിരുന്നൊരുക്കേണ്ടത്, ഇന്ന് നിന്റെ ഭവനത്തിൽ എനിക്ക് വിരുന്നൊരുക്കണ്ടേ. അപ്പോഴും സക്കേവൂസ് പാപിയാ.
അപ്പോഴും അവൻ അവന്റെ പാപത്തെ ഏറ്റു പറഞ്ഞിട്ടില്ല. പക്ഷേ ആ വിരുന്നൊരുക്കി ആ വിരുന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ പറയുക, ഞാൻ അന്യായമായി സമ്പാദിച്ചു കൂട്ടിയ മുഴുവൻ ഞാൻ ഉപേക്ഷിക്കുക, ഞാൻ കൈവിടുക, എനിക്കിത് വേണ്ട. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിലേക്ക് വരാൻ യേശുവിന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളിലേക്ക് വരാൻ യേശുവിന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിസന്ധിയിലേക്ക് കടന്നു വരുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. പക്ഷേ നീ എത്രത്തോളം കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? സക്കേവൂസ് ഏറ്റവും മിനിമം യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു, അല്ലെ? അവനൊരു മരത്തിന്റെ മുകളിൽ കയറി. കുഷ്ഠരോഗിയായവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്നോടൊന്ന് കരുണയുണ്ടാകണമേ. അന്ധനായവൻ അവൻ ഉറക്കെ യാചിച്ചു, ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മേൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ യേശുവിന്റെ മുൻപിൽ വന്ന എല്ലാവരും ഈ പ്രാർത്ഥന, ഈ യാചന കാണാൻ പറ്റും. അവരെല്ലാം ഉപേക്ഷിച്ചിട്ടാ പ്രാർത്ഥിക്കുന്നത്, മറ്റെല്ലാം വിട്ടിട്ടാ കർത്താവിന് മുമ്പിൽ വരുന്നത്. ഇന്ന് കർത്താവിനും ആഗ്രഹമുണ്ട് നമ്മളോട് ചേർന്ന് നിൽക്കാൻ, നമ്മളോട് സംസാരിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരാൻ, നമ്മുടെ പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നേരെ തിരിച്ച് നീ എപ്പോ കർത്താവിന്റെ മുൻപിലേക്ക് വരുന്നോ അവിടെ മുതൽ ദൈവം നമ്മുടെ കരം പിടിക്കാൻ തുടങ്ങും, നമ്മുടെ പ്രതിസന്ധിയെ മാറ്റാൻ തുടങ്ങും. ഒന്ന് കണ്ണുകൾ അടച്ചേ കർത്താവിനോട് പറഞ്ഞേ, കർത്താവെ, കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴായി ദൈവത്തെ ഉപേക്ഷിച്ച നിമിഷങ്ങളുണ്ട്, യേശുവിനെ തള്ളിക്കളഞ്ഞ നിമിഷങ്ങളുണ്ട്, യേശുവിനെ ചേർത്ത് പിടിക്കാത്ത നിമിഷങ്ങളുണ്ട്, വിജാതീയ ആരാധനയിലേക്ക് പോയ ദിവസങ്ങളുണ്ട്, പ്രാർത്ഥിക്കാത്ത, ദൈവവചനത്തെ അനുസരിക്കാത്ത, മറ്റു പലതിനെയും പിന്നാലെ പോയ ഞങ്ങളുടെ ഒരു പഴയ ജീവിതമുണ്ടപ്പാ. എന്നാൽ ഇന്ന് ഈ ദിവസം എൻ്റെ കർത്താവിനോട് ഞാൻ ചേരുകയാ. യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഒന്ന് പ്രവർത്തിക്കണമേ, എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കടന്നു വരണമേ, എൻ്റെ പ്രതിസന്ധിയിലേക്ക് ഒന്ന് കടന്നു വരണമേ, എന്നിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. 1 സാമുവേൽ അതിന്റെ 10:2 വാക്യം ഒന്ന് വായിക്കാമോ? 1 സാമുവേൽ 10:2 വാക്യം. ഇന്ന് നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിന്റെ നാട്ടിൽ സെൽസാഹാത്തിൽ റാഹേലിന്റെ ശവകുടീരത്തിനു സമീപം 2 ആളുകളെ നീ കാണും. നീ അന്വേഷിച്ച കഴുതകളെ കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല എന്റെ മകൻ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചാണ് നിന്റെ പിതാവ് ഉത്കണ്ഠാകുലനായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാവൂളിനെ സംബന്ധിച്ച് പ്രവചനങ്ങൾ, ദൈവാത്മാവിലുള്ള ഇങ്ങനെയുള്ള വെളിപ്പാടുകളൊന്നും പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവാചകൻ അവനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി വിടുമ്പോഴും അവൻ വീട്ടിലെ അടുക്കളയുടെ മുറ്റത്ത് ആ സൈഡിൽ പോയിട്ട് ഒളിച്ചിരിക്കത്തേ ഉള്ളൂ. അവൻ രാജാവായിട്ടൊന്നും പോയി, അല്ലെങ്കിൽ ഇസ്രായേലിലെ രാജാവ് ദൈവം എന്നെ ആക്കുമെന്ന പ്രതീക്ഷയോ പ്രത്യാശയോ ഒന്നും അവനില്ല. അവൻ പോയി പ്രവർത്തിക്കാനും പോകുന്നില്ല. അവൻ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കുകയുള്ളൂ എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവാത്മാവ് 3 പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ കൊടുക്കുക. 3 പ്രധാനപ്പെട്ട വിഷയം. ഒന്ന്, നീ ബെഞ്ചമിന്റെ നാട്ടിൽ ചെല്ലുമ്പോൾ, അവിടെ റാഹേലിന്റെ കല്ലറയുടെ അവിടെ ചെല്ലുമ്പോൾ 3 പേരെ, അല്ലെ, ഒന്നുകൂടി വായിച്ചു, 2 പേരെ, 2 ആളുകളെ നീ കാണും. നീ അന്വേഷിച്ച കഴുതകളെ കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല എന്റെ മകൻ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചാണ് നിന്റെ പിതാവ്. അവിടെ ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്, ഇപ്പോ നിന്റെ അപ്പന്റെ ആകുലത നിന്നെ കുറിച്ചാണ്. കഴുതയുടെ കേസ് പുള്ളി വിട്ടു, കഴുതകൾ തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ കഴുതയല്ല പ്രശ്നം, നീ തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് നിന്റെ അപ്പന്റെ 2 ഭൃത്യന്മാർ എവിടെ വെച്ച് കാണും? കൃത്യം സ്ഥലം പറയുകയാണ്, അല്ലെ? കറക്റ്റ് മെസ്സേജാണ് പറയുന്നത്, ഷാർപ്പ് മെസ്സേജ്, ഒരു കോംപ്രമൈസ് ഇല്ല. ഇത് അനുഭവിച്ചാൽ വിശ്വസിക്കാതെ പറ്റുമോ? പറ്റില്ല. എന്നെ സംബന്ധിച്ച് ദൈവമുണ്ടെന്ന് പോലും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമല്ലേ യേശു ദൈവമാണോ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, കത്തോലിക്ക വിശ്വാസത്തിൽ ജനിച്ചു വളർന്നു. ഏകദേശം 10-26 വയസ്സ് വരെ ദൈവമുണ്ടെന്ന് പോലും കാര്യമായ വിശ്വാസമില്ല. ഉണ്ടാവാം, ദൈവമായിരിക്കാം, എനിക്ക് എന്തെങ്കിലും ചെയ്ത് ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, ഇത് ഒരു ചിന്തയായിരുന്നു നമുക്ക്. ഇന്ന് പല യുവാക്കളുടെയും അവസ്ഥ അത് തന്നെയല്ലേ? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന യുവാക്കളാണോ ഉള്ളത്? നിരീശ്വരവാദികളാണ് നമ്മുടെ ചുറ്റും. ഇവിടെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തികളെ കാണുന്നത്. കൃത്യമായ മെസ്സേജ്, തൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യം. ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞതാ, നിന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് അത് അതുപോലെ തന്നെ സംഭവിക്കുമ്പം, അത് 1 അല്ല 2 അല്ല 3 അല്ല അനേക കാര്യങ്ങൾ സംഭവിക്കുമ്പം ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ, അല്ലേ? ഇനി ആ ദൈവാത്മാവ് യേശു തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചേ പറ്റൂ. കാരണം യേശുവിനെ പ്രഘോഷിച്ചതിന് ശേഷമാണ് എല്ലാ പ്രവചനവും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. യേശുവിനെ പ്രഘോഷിച്ചവരാണ് എന്നോട് പ്രവചനങ്ങൾ പറഞ്ഞത്. യേശുവിനെ പ്രൊമോട്ട് ചെയ്തവരാണ് എന്നോട് പ്രവചനങ്ങൾ പറഞ്ഞത്. ആ പ്രവചനങ്ങളാണ് സംഭവിച്ചത്. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി ഉറപ്പാണ്, യേശുവാണ് ഏക സത്യദൈവമെന്നും ഞാൻ വിശ്വസിക്കുക. ഇത് മാത്രമുള്ള തെളിവുകൾ അനേകമുണ്ട്. ഇവിടെ
സാവൂളിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ നടക്കാനുള്ള ആദ്യത്തെ സാക്ഷ്യം പറയുക. ഇനി അടുത്ത വാക്യം വായിച്ചോ, 3-ാം വാക്യം വായിച്ചോ. അവിടെ നിന്ന് താബോറിലെ ഓക്ക് വൃക്ഷത്തിന് സമീപത്തെത്തുമ്പോൾ ബഥേലിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന 3 പേരെ നീ കണ്ടുമുട്ടും. അതായത് വൃക്ഷത്തിന്റെ കണക്ക് വരെ പറയുന്നത് കറക്റ്റ് സ്ഥലം. നീ എവിടെ ചെന്ന് നിൽക്കുമ്പോൾ, നീ ബഥേലിൽ ആ ഓക്ക് വൃക്ഷത്തിന്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പം അവിടെ വെച്ച് ബലിയർപ്പിക്കാൻ പോകുന്ന 3 പേരെ നീ കണ്ടുമുട്ടും. ഓക്കെ, 3 പേരെ നീ കണ്ടുമുട്ടും. 3 പ്രധാനപ്പെട്ട വ്യക്തികൾ. ഇത് ഈ 3 വ്യക്തിത്വം യഥാർത്ഥത്തിൽ നമ്മളോടാ കർത്താവ് പറഞ്ഞു. അവിടെ പറഞ്ഞത് സാവൂളിനോടാ. പക്ഷെ സാവൂളിനോട് മാത്രമല്ല പറയുന്നത്, ലോകത്തുള്ള സകല വിശ്വാസികളോട് പറയുന്നത്, ഈ 3 കാര്യം നീ നിന്റെ ജീവിതത്തിൽ കണ്ട നീ കർത്താവിന് മുമ്പിൽ സറണ്ടർ ആയിക്കോണം. അതിനകത്ത് കോംപ്രമൈസ് ചെയ്യരുത്. ഇതാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. 3 കാര്യങ്ങൾ അത് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ്? അവൻ അവിടെ നിന്ന് താബോറിലെ ഓക്ക് വൃക്ഷത്തിന് സമീപത്തെത്തുമ്പോൾ ബഥേലിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന 3 പേരെ നീ കണ്ടുമുട്ടും. ഒരുവൻ 3 ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും, രണ്ടാമൻ 3 അപ്പവും മൂന്നാമൻ 1 തോൽക്കുടം വീഞ്ഞും. അവർ നിന്നെ അഭിവാദനം ചെയ്ത് 2 അപ്പം നിനക്ക് നൽകും, അത് നീ സ്വീകരിക്കണം. അനന്തരം ഫിലിസ്ത്യർ കൂടാരമടിച്ചിരിക്കുന്ന പറഞ്ഞു പോവാം. എന്തായാലും വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അതായത് 3 കാര്യങ്ങളാണ്. ഒന്ന്, 3 ആടുകളെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ കാണും. 3 പേരും ബലിയർപ്പിക്കാൻ പോകുന്നതാ, അല്ലേ? 3 പേരും ബലിയർപ്പിക്കാൻ പോകുന്നതല്ലേ? നിങ്ങൾ വായിച്ചേ, നിങ്ങൾ ബൈബിളിൽ വായിച്ചു നോക്കി. അവരെന്തിനാ പോകുന്നത്? ബലിയർപ്പിക്കാൻ പോകുന്ന 3 ആളുകളെ കാണും. ഈ 3 കാര്യങ്ങളാണ് അവിടെ ബലിയായിട്ട് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ആട്. ഒരാളുടെ കയ്യിൽ എത്ര ആടുണ്ട്? 3 ആടുകളെ കാണാൻ പറ്റും. 2, 3 അപ്പം കാണാം. 3 വീഞ്ഞും കാണാം. ഈ 3 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇത് 3ഉം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഇതായിരിക്കണം ഇന്ന് ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും ആരാധന എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഒന്ന്, ആടിനെ നീ കാണണം. നിനക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട, നിനക്ക് വേണ്ടി രക്തം ചിന്തിയ, നിനക്ക് വേണ്ടി മരണപ്പെട്ട കുഞ്ഞാടിനെ നീ കണ്ടുകൊണ്ട് വേണം ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുവാൻ. അറക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ടുകൊണ്ട് വേണം ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകേണ്ടതിന്. ഇതാണ് 3 ആടുകളെ ബലിയർപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ നീ കാണും. 2 അപ്പം, അല്ലെ? 3 അപ്പം ഉണ്ടാവും, അതിൽ 2 അപ്പം അവന് കൊടുക്കുന്ന ഒരവസ്ഥ. അപ്പം എന്തിന്റെ പ്രതീകമാണ്? യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രതീകമാണ്. പിന്നെ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? വീഞ്ഞ് കാണാൻ പറ്റും, അത് യേശുവിന്റെ രക്തത്തിന്റെ പ്രതീകമാണ്. ഈ 3 കാര്യങ്ങളാണ് അവിടെ ഉള്ളൂ. ഇന്ന് നിനക്ക് ആരാധനയ്ക്ക് ഏക കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അറക്കപ്പെട്ട കുഞ്ഞാടിനെ സ്വർഗത്തിൽ കാണണം. ആരെ കാണണം? അറക്കപ്പെട്ട കുഞ്ഞാടിനെ നീ സ്വർഗത്തിൽ കാണണം. വിഗ്രഹത്തിൽ കാണാൻ പറയണം. ഫോട്ടോയിലല്ല കാണേണ്ടത്, വിഗ്രഹത്തിലല്ല കാണേണ്ടത്, മറ്റൊന്നിലുമല്ല നീ കാണേണ്ടത്. എനിക്ക് വേണ്ടി ഞാൻ പാപം ചെയ്ത എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി 2000 വർഷം മുമ്പ് അറക്കപ്പെട്ട കുഞ്ഞാട് ഇന്നും സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഉണ്ട് എന്ന് വിശ്വാസത്തിൽ നീ കാണണം. അറക്കപ്പെട്ട കുഞ്ഞാട് അവിടെ ഉണ്ട് എന്ന് നീ വിശ്വസിക്കണം. അങ്ങനെ അറക്കപ്പെട്ട കുഞ്ഞാടിനെ നീ കാണണം. 2, നമുക്ക് വേണ്ടി ഇന്നും അവന്റെ ശരീരവും അവന്റെ രക്തവും ഓരോ ബലിയിലും ഓരോ അന്ത്യത്താഴത്തിലും നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് നീ വിശ്വസിക്കണം. ഈ 3 കാര്യങ്ങൾ ഒരുവന്റെ വിശ്വാസത്തിന്റെ തലത്തിലേക്ക്, അവന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് ദൈവം ഒരുക്കി വെക്കുക. ഇവിടെ സാവൂളിനെ രാജാവാക്കി തെരഞ്ഞെടുത്തപ്പോ ദൈവം ഈ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അടുത്ത വാക്യം വായിച്ചോ. അനന്തരം ഫിലിസ്ത്യർ കൂടാരമടിച്ചിരുന്ന ഗിബെയലിലുള്ള ദൈവത്തിന്റെ മലയിൽ നീയെത്തും. പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി, ചെണ്ട, കുഴൽ, കിന്നരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കണ്ടുമുട്ടും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. ആമേൻ. അതായത് ഈ പറയുന്ന 3 കാര്യങ്ങൾ വിശ്വസിച്ചാൽ, ഈ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നീ വന്നാൽ, എനിക്ക് അറക്കപ്പെട്ട കുഞ്ഞാട് സ്വർഗത്തിലുണ്ടെന്നും എനിക്ക് വേണ്ടി അവൻ അപ്പമായി വീഞ്ഞായി ഓരോ ബലിയിലും കടന്നു വരുന്നുണ്ടെന്ന് വിശ്വാസത്തിൽ നമ്മൾ ഏറ്റുപറഞ്ഞാൽ, അവൻ ആ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും അവന്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കപ്പെടുകയും നമ്മൾ അത് സ്വീകരിക്കുകയും ചെയ്തതിലേക്ക് വരുമ്പോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രവാചക ദൗത്യത്തിലേക്ക് ആരെ മാറ്റുകയാണ്? സാവൂളിനെ മാറ്റുന്ന പിന്നെ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ്, അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തു കൊള്ളുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് നീ പോകണം. ദഹന ബലിക്കുള്ള സമാധാന ബലികളും അർപ്പിക്കാൻ ഞാൻ വരുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് ഞാൻ അവിടെ വന്ന് കാണിക്കാം. അതിന്റെ 9-ാം വാക്യം വായിക്കുക.
സൗൾ സാമുവേലിന്റെ അടുക്കൽ നിന്നും പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. ആമേൻ. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ചൈതന്യം അവന് ദൈവം കൊടുത്തു. ഒരു പുതിയ ഹൃദയത്തിലേക്ക് ദൈവം അവനെ എടുത്തു മാറ്റി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇവിടെ എല്ലാം കോമൺ ആയി സംഭവിച്ചൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിച്ചത് ആരാ? സകലത്തിന്റെയും പുറകിൽ ദൈവത്തിന്റെ ഒരു വലിയ പ്ലാനും പദ്ധതിയും കണ്ടോ? ഓരോ കാര്യങ്ങളുടെയും മുമ്പിൽ ബലിയർപ്പിക്കാൻ പോകുന്നവനോട് കർത്താവ് കറക്റ്റ് ടൈം വെച്ചിട്ട് പറയാ, നീ ഇറങ്ങിക്കോ. സാമുവേലിന്റെ അടുത്ത് നിന്ന് സൗള് വരുന്നുണ്ട്, നിങ്ങൾ എവിടെ വെച്ച് കണ്ടുമുട്ടണം? ആ ബഥേലിൽ ഓക്കുമരത്തിന്റെ മുൻപിൽ വെച്ചേ കണ്ടുമുട്ടാൻ പറ്റുള്ളൂ. ഒരു സെക്കൻഡ് വൈകിയ അങ്ങോട്ട് ഇങ്ങോട്ട് മിസ്സാവും അല്ലേ? നമ്മൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി പോകാനായിട്ട് സമയം എടുത്തു പിടിച്ചിട്ടായിരിക്കും പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു ബ്ലോക്ക് കിട്ടിയ ട്രെയിനിന്റെ വഴിക്ക് പോകും, നമ്മൾ വഴിയാധാരമാവും. കർത്താവ് കൃത്യമായിട്ട് നിയന്ത്രിക്കുക. ആരൊക്കെ നിയന്ത്രിക്കണം? ഈ ബലി അർപ്പിക്കാൻ പോകുന്നവനെ നിയന്ത്രിക്കണം. സാമുവേലിന്റെ അടുത്ത് സൗള് പോകുമ്പോൾ അവനെ നിയന്ത്രിക്കണം. അവന്റെ യാത്രയുടെ ദൂരം അളക്കണം. എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ഒരു വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നിയന്ത്രണം ദൈവം കാണിച്ചു കൊടുക്കുക. ഇതെല്ലാം കണ്ട് വിശ്വസിക്കുകയും ചെയ്യുക. വിശ്വസിച്ച സൗള് ശക്തമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യം, അവൻ്റെ 2 കഴുതിയെ നഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ എല്ലാം കാരണം അല്ലേ? ഇതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്തുവാ? ഇതിലേക്കൊക്കെ ഇത്രയും വലിയ സംഭവത്തിലേക്ക് എത്തിയതിൻ്റെ കാരണം 2 കഴുതയെ നഷ്ടപ്പെടുത്തിയതാ. ഇന്ന് ഞാൻ ഈ ബൈബിളും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം, ഈ മൈക്കും പിടിച്ച് ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടതാ. ഞാൻ കെട്ടിപ്പടുത്ത 26 വർഷം ഞാൻ അധ്വാനിച്ച് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ എല്ലാ രീതിയിലും ചെയ്ത് ഒരുക്കിയ എൻ്റെ ലൈഫ് എൻ്റെ കൈവിട്ടു പോയതാ. എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ അസാധ്യമായി, എനിക്ക് യാതൊരു വിധത്തിലും തിരിച്ചു പിടിക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത്. അതുവരെ ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് കെട്ടിപ്പൊക്കിയ എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബ ജീവിതം തകരുന്ന അവസ്ഥയിലാണ് ഞാൻ ആദ്യമായിട്ട് ധ്യാനത്തിന് വന്നത്. വലിയ നഷ്ടത്തിന് മുമ്പല്ല ഞാൻ ധ്യാനത്തിന് വരുന്നത്, വലിയ പ്രതിസന്ധിയുടെ മുമ്പല്ല ഞാൻ ധ്യാനത്തിന് വരുന്നത്. വലിയ കഷ്ടം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ കർത്താവിനെ അറിയാൻ ഇറങ്ങി തിരിച്ചത്. നഷ്ടമില്ലാതെ ആരും ദൈവത്തെ കണ്ടുമുട്ടുന്നില്ല. സൗളിന്റെ 2 കഴുതയെ നഷ്ടപ്പെട്ടതാണ് പിന്നീട് രാജാവാക്കി സൗളിനെ ദൈവം മാറ്റിയത്, അഭിഷേകം ചെയ്തത്. ഇന്നൊരു പക്ഷെ നമ്മളിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു കാരണം ഉണ്ടാകാം അല്ലേ? ഒരു നഷ്ടത്തിന് മുൻപിലാണ് ദൈവം പ്രവർത്തിച്ചത്. അവന്റെ കഴുതയെ നഷ്ടപ്പെട്ടപ്പോ ദൈവം അവനെ ആരാക്കി മാറ്റി? ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റി. ഒരു വലിയ രോഗം വന്നപ്പോ അവനെ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു ശുശ്രൂഷകനാക്കി, പാട്ട് പാടാനും കീബോർഡ് വായിക്കാനും ആരാധന നടത്താനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിനുമായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാക്കി ദൈവം അവനെ മാറ്റി. ഇങ്ങനെ പല വ്യക്തികളെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടാകാം. നിങ്ങൾ നോക്കിയേ, രാജാതിരാജാവായ ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരുമ്പം, ഇസ്രായേലിന്റെ മുൻപിലേക്ക് അവൻ തന്റെ രാജ്യത്വത്തെ പ്രഖ്യാപിക്കുമ്പം യേശു കടന്നു വരുന്നത് എവിടെയാ? കുതിരയുടെ പുറത്താണ്. ഈ ഭൂമിയിൽ എത്രയധികം മൃഗങ്ങളുണ്ട്, ശക്തിയായ എത്രയധികം ശ്രേഷ്ഠമായ മൃഗങ്ങളുണ്ട്. എന്തൊക്കെ ദൈവത്തിന് ഉപയോഗിക്കാം. അവന് വേണമെങ്കിൽ സെറാഫുകളുടെ മീതെ പറന്നു വരാം, കെരൂബുകളുടെ മീതെ പറന്നു വരാം, കെരൂബുകളുടെ സാന്നിധ്യത്തിൽ അവന് വരാം അല്ലേ? എല്ലാ രീതിയിലുമുള്ള സന്നാഹങ്ങളും അവനുണ്ട്. യേശു തന്നെ പറയുന്നുണ്ട്, ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ 12-ലധികം ദൂതഗണങ്ങൾ എനിക്ക് വേണ്ടി സേവാത്മാക്കളെ ഇറങ്ങും. അത്രയധികം ശക്തിയും പവറുമുള്ള യേശു തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ദാസനായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ വന്നത് കഴുതയുടെ പുറത്താ അല്ലേ? അവിടെയും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു വളരെ കൃത്യമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ 2 കഴുതകളെ കെട്ടിയിട്ടുണ്ടാകും അല്ലെ? അങ്ങനെയല്ലേ വായിക്കുന്നത്? ആ വാക്യം ഒന്ന് വായിച്ചോ. മത്തായി സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. മത്തായി 21-ന്റെ 1 മുതൽ 3 വരെ. അവർ ജെറുസലേമിനെ സമീപിക്കവേ മലയ്ക്ക് അരികെയുള്ള ബത്ഫഗയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അതിൻ്റെ അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്
പറയുക. അതായത് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് അവിടെ ആരുണ്ടാകും? ഒരു ഗ്രാമത്തിൽ 2 കഴുതകൾ, ഒരു കഴുതയും അതിൻ്റെ കഴുതയുടെ കുട്ടിയും ഉണ്ടാകും എന്ന് പറയുക. അതായത് സ്പേസ്, ലൊക്കേഷൻ കൃത്യമായിട്ട് യേശു പറഞ്ഞു കൊടുക്കുക. നേരത്തെ സമൂഹലിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചോ, സൗളിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചോ അത് തന്നെ ഇവിടെയും സംഭവിക്കുക. അവിടെ 2 കഴുതകളെ നഷ്ടപ്പെട്ടപ്പം രാജാവിനെ തള്ളിക്കളഞ്ഞ് ഇസ്രായേലിന്റെ രാജാവായ യഹോവയെ തള്ളി അവർ ഒരു ഭൗമിക രാജാവിനെ തെരഞ്ഞെടുത്തു. ഒരു മനുഷ്യനെ രാജാവാക്കി അവൻ തെരഞ്ഞെടുത്തു. അവൻ നഷ്ടപ്പെടുത്തിയ സ്വർഗത്തിലെ രാജാവായ യഹോവയുടെ രാജ്യത്വം വീണ്ടെടുത്തുകൊണ്ട് യേശു കടന്നു വരുന്നത് അതേ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്താണ്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ? വിഷയം ശ്രദ്ധിച്ചോ? അതായത് നീ എങ്ങനെ രാജാവിനെ നഷ്ടപ്പെടുത്തി യഹോവയെ തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് ഭൂമിയിൽ ഞങ്ങളെ നയിക്കാൻ ഒരു രാജാവിനെ തരിക എന്ന് പറഞ്ഞപ്പോ അവനെ തിരഞ്ഞെടുക്കാൻ ദൈവം 2 കഴുതയെ നഷ്ടപ്പെടുത്തിയതുപോലെ തന്നെ ആ കഴുതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ യേശു ഇതാ സമാധാനത്തിന്റെ രാജാവ് കടന്നു വരിക കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത്. ആരുടെ നടുവിലേക്കാണ് യേശു വരുന്നത്? ഇസ്രായേൽ ജനത്തിന്റെ നടുവിലേക്കാണ്, ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ജെറുസലേം ദേവാലയത്തിലേക്കും ഇസ്രായേൽ സമൂഹത്തിലേക്കും യേശു നടന്നു വരുമ്പം ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ ഒന്നടക്കം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ്, അനേക വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു, നിങ്ങൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു. സർവശക്തനായ യഹോവയാകുന്ന എന്നെ നിങ്ങൾ വേണ്ട, നിങ്ങൾക്കൊരു രാജാവിനെ തരിക എന്ന് പറഞ്ഞ് നിങ്ങൾ മുറവിളി കൂട്ടി. എന്നാൽ ഞാൻ നിങ്ങളെ കൈവിട്ടില്ല, ഞാൻ നിങ്ങളെ വിട്ടുപോയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ഒരുക്കി. ഞാൻ 2 കഴുതയെ നഷ്ടപ്പെടുത്തിയിട്ടായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു രാജാവിനെ നിയമിച്ചു തന്നു. ഇന്നുവരെ ഞാൻ നിങ്ങളെ പരിപാലിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നെ അറിയുന്നില്ല, നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോവുക, നിങ്ങൾക്ക് എന്നെ വേണ്ട. ഇതാ ഞാൻ വീണ്ടും കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്തു വരുന്നു. സ്വീകരിക്കാൻ കഴിവുള്ളവൻ സ്വീകരിക്കുക, ഞാൻ നിന്റെ മേൽ നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരും. നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശുവിനെ അവരെല്ലാവരും വിളിച്ചു പറയുക, ഇസ്രായേലിന്റെ രാജാവ്, സർവശക്തനായവൻ നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാം വിളിച്ചു പറയുക. എത്ര ദിവസം നീണ്ടു നിന്നു ആ വിളി? ഒരൊറ്റ ആഴ്ച അല്ലേ? ഒരാഴ്ച മുമ്പ് പറഞ്ഞു ഇവനാണ് ഞങ്ങളുടെ രാജാവ്. ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞു ഇവനെ കൊണ്ടുപോയി ക്രൂശിക്കുക, ഞങ്ങൾക്ക് ബറാബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞു. നമ്മുടെയും പ്രശ്നം അത് തന്നെയാണ്. നമ്മളിപ്പോൾ പറയും എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും അധിപൻ രാജാവായവൻ ക്രിസ്തുവാണെന്ന് പറയും. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പറയും. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ വഴി പോകും. നമ്മുടെ കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാതാവുമ്പോൾ നമ്മൾ വീണ്ടും പഴയ വഴിക്ക് പോകുന്നവരാണ്. ഇത് കർത്താവിന് അറിയാം. പക്ഷെ അപ്പോഴും കർത്താവ് നമ്മളെ വിട്ടു പോകുന്നില്ല. നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ഒരുക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നത്. ഓരോ മേഖലകളെയും ഒരുക്കി നിന്നെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ സർവശക്തനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മുടെ ആ വാക്യം താഴോട്ടൊന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 21-ന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചോ. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ, അവിടെ ഒരു കഴുതയെയും അതിന്റെ അടുത്ത് കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ, കർത്താവിന് അറിയാം, ആരെങ്കിലും നിന്നോട് ചോദിക്കും നീ എന്തിനാണ് എൻ്റെ കഴുതിയെ അഴിക്കുന്നത്. അതിന് ഒരുപാട് തിയോളജിക്കൽ വശങ്ങളുണ്ട്. ആ കഴുതിയെ കെട്ടിയത് ലേവിയരുടെ സ്ഥലത്താണ്. അതുമായി ബന്ധപ്പെട്ട് വേറെ കുറേ വിഷയങ്ങളുണ്ട്. അതൊക്കെ ബ്രദർ പലപ്പോഴായിട്ട് ക്ലാസ്സിൽ എത്തിക്കുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും പോകാത്തത്. ഇവിടെ ആ കഴുതിയോട് അല്ലെങ്കിൽ കഴുതയുടെ ഉടമസ്ഥൻ വന്ന് ചോദിക്കും, എന്തിനാണ് ഈ കഴുതി എടുക്കുന്നത്, എന്ത് കാര്യത്തിനാണ് ഈ കഴുതി എടുക്കുന്നത്, ഞങ്ങളുടെ കഴുതിയാണ്, നീ എന്തിനാണ് അഴിക്കുന്നത്? ഈ ചോദ്യം വരും സ്വാഭാവികമായിട്ടും. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക, അവൻ ഉടനെ അവയെ നിനക്ക് വിട്ടുതരും. യേശുവിന് ഈ കഴുതിയെ കൊണ്ട് ആവശ്യമുണ്ട്. എന്താ, യേശുവിന് കുതിരയില്ലേ? യേശുവിന് വേറെ മൃഗങ്ങളുടെ മീതെ വരാൻ പറ്റില്ലേ? എല്ലാം വരാം. പക്ഷേ യേശു ആ കഴുതി ഉപയോഗിക്കുക എന്തിനു വേണ്ടി? ഒരിക്കൽ നീ എന്നെ തള്ളിക്കളഞ്ഞു, ഒരിക്കൽ എൻ്റെ രാജ്യത്വത്തെ നീ വേണ്ടെന്ന് വെച്ചു, ഇസ്രായേലിന്റെ രാജാവിനെ വേണ്ടെന്ന് പറഞ്ഞവൻ വീണ്ടും ഇസ്രായേലിന്റെ രാജാവ് മഹത്വമുള്ളവനെന്ന് പറയുമ്പോൾ മുതൽ നിന്റെ ഭവനത്തിലേക്ക് രക്ഷ കടന്നു വരും. അതിനുവേണ്ടി വീണ്ടും ആ കഴുതയുടെ പുറത്ത് വരുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരു പക്ഷേ മെഡിക്കൽ സയൻസ് നമ്മളോട് പറയും ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല, മരണം മാത്രമേ നിന്റെ മുമ്പിലുള്ളൂ. മെഡിക്കൽ സയൻസ് നമ്മളോട് പറയും ഇനി ഇതൊരിക്കലും ഹീലാകാൻ പോകുന്നില്ല. നിന്റെ ചുറ്റുമുള്ളവർ നിന്നെ കൊണ്ട് എന്ത് ഉപകാരം, നിന്നെ കൊണ്ട് ലോകത്തിനും എന്ത് ഉപകാരം, നിന്നെ കൊണ്ട് നിന്റെ കുടുംബത്തിന് എന്ത് ഉപകാരം,
നിന്നെ കൊണ്ട് നിന്റെ ഭർത്താവിന് എന്ത് ഉപകാരം? നിന്നെ കൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് എന്ത് ഉപകാരം? നിന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ പറയും, നമ്മുടെ ബന്ധുമിത്രാദികൾ പറയും, നമ്മുടെ ചുറ്റുമുള്ളവരും എല്ലാവരും ഒരുപക്ഷെ നമ്മളോട് പറയാം നിന്നെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. പക്ഷെ കർത്താവ് നിന്നോട് പറയും എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവ് എന്ന് നമ്മളോട് പറയുന്ന കാര്യമാണ് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ജോണിച്ചേട്ടാ വിചാരിക്കും പ്രായമായി, ഇനി കർത്താവിന് എന്നെ കൊണ്ട് എന്താ ആവശ്യമാണ്, ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചേരണം. അല്ല, കർത്താവിന് ആവശ്യമുണ്ട്. നീ ഏത് പ്രായമാണ്, ഏത് പരിധിയാണ്, ദൈവത്തിനകത്ത് പ്രശ്നമല്ല. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് നന്നായി സംസാരിക്കാൻ പാടവുമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് മലയാളം അറിയില്ല, ഇതൊന്നും പ്രശ്നമല്ല കർത്താവിന്. കഴുതയെ കൊണ്ട് കർത്താവിന് ഉപകാരമുണ്ട്, കഴുതയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ബിലയാമിന്റെ കഴുത സംസാരിച്ചു അല്ലേ? പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി ദൈവത്തിന്റെ നാവായി ഉപയോഗിക്കപ്പെടുന്ന പ്രവാചകനെ ഉദ്ബോധിപ്പിക്കാൻ, പഠിപ്പിക്കാൻ ദൈവം ആരെ ഉപയോഗിച്ചു? അവന്റെ വെറും വഴിയാത്രക്കാരനായ അവന്റെ കഴുതയെ ഉപയോഗിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. നീ പറയും ഞാൻ കഴുതയാ, എനിക്ക് കഴിവൊന്നുമില്ല, ഞാൻ വെറും പൊട്ടയാ, എന്നെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ബൈബിൾ വായിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, വചനം അറിയില്ല. നീ എന്ത് തന്നെ പറഞ്ഞാലും കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. കണ്ണുകളടച്ച് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, ലോകം എന്നോട് പറയുന്നു എനിക്ക് നിന്നെ കൊണ്ട് ഒരു ഗുണമില്ല, നിന്നെ കൊണ്ട് യാതൊരു ഫലമില്ല, നീ കൊള്ളരുതാത്തവനാ, നീ മരിച്ചുകൂടെ, നീ നശിച്ചുകൂടെ, നീ തകർന്നുകൂടെ, നിന്നെ എന്തിനു വേണമെന്ന് പറയും. പക്ഷേ എൻ്റെ ദൈവം എന്നോട് പറയുക, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് ഇവയെ കൊണ്ട് ഒരു ആവശ്യമുണ്ട്, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്, ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്, ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. കർത്താവിനോട് പറഞ്ഞ, കർത്താവ് ഇന്ന് ഞാൻ നിനക്ക് വിട്ടുതരുന്നു, യേശുവേ ഇന്ന് ഞാൻ എന്നെ നിനക്ക് വിട്ടുതരുന്നു, എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ യേശുവേ, അവിടുന്ന് എന്നെ ഉപയോഗിക്കണമേ, അവിടുത്തെ ഉപകരണമായി എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുന്നു.